ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാ മാസത്തിലും രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ ഇത്തരം ഒരു പൊതു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായിരിക്കും എന്നുള്ള തീരുമാനം മുൻകൂട്ടി അറിയിച്ചതാണ്. അപ്പോൾ ഓരോ ബാച്ചിൽ നിന്നും 2 ആളുകളാണ് ഇത്തരം പ്രോഗ്രാമിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, അവരുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ഓരോ ബാച്ചിൽ നിന്നും 2 ആളുകൾ വീതം ഇവിടെ വിഷയാവതരണം നടത്തുന്നു. സീനിയർ ബാച്ചിൽ നിന്നും നമ്മുടെ പ്രിയങ്കരനായ ഫിനുബിൻ നിസാർ, അതുപോലെ തന്നെ സയ ഫാത്തിമ, ഈ 2 ആളുകളാണ് വിഷയാവതരണം നടത്തുന്നത്. നമ്മളുടെ ഡിവൈൻ്റെ സ്ഥിര സാന്നിധ്യമാണ് ഈ 2 ആളുകളും. വിഷയാവതരണങ്ങൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും നമ്മുടെ ഡിവൈൻ്റെ മുഖ്യധാരയിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്ന 2 മഹത് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഏറെ മനസ്സിൻ്റെ ഭാഷയിൽ, ഹൃദയമായ ഭാഷയിൽ അവർ 2 ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ബി ബാച്ചിൽ നിന്നും ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് ആരൊക്കെയായിരുന്നു? സെക്കൻഡ് ബാച്ച് റാഫിയുടെ ബാച്ചിൽ നിന്ന് ആയിഷ യാസർ, പിന്നെ ഒരാളേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത തേർഡ് ബാച്ചിൽ നിന്നും ഒരാളെനിക്ക് PPT അയച്ചതെന്നാണ്. ആരാണത്? ഓക്കെ. മോളുടെ പേരെന്തായിരുന്നു? ഹന്ന എന്ന് മാത്രമേ ഉള്ളൂ. ഹന്ന മറിയം, പിന്നെ നഹല. ഓക്കെ. അപ്പോൾ ബി ബാച്ചിൽ നിന്നും നമ്മുടെ പ്രിയങ്കരിയായ ആയിഷ യാസറാണ് വിഷയം അവതരിപ്പിക്കുന്നത്. സ്റ്റേജിലൊന്നും അത്ര നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. എന്തായാലും ഒരു പുതുമുഖമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇന്ന് വിഷയാവതരണത്തിനായി എത്തുന്നത്. ചെറിയ ചെറിയ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആയിഷ യാസറിൻ്റെ വിഷയാവതരണം നമ്മളിന്ന് നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ തേർഡ് ബാച്ചിൽ നിന്നും ഹന്ന മറിയം പലപ്പോഴും ഡിവൈൻ്റെ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ നെൽഹയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിവൈൻ്റെ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്ത്, അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ആനുവൽ പ്രോഗ്രാമിൽ നമ്മുടെ ഡിവൈൻ സ്റ്റുഡൻസ് അക്കാദമിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെ കുറേയധികം ആളുകളാണ് ഇന്ന് വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആയിഷ യാസറിനെയും അതുപോലെ തന്നെ ഹന്ന മറിയത്തെയും നെൽഹയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ഇവിടെ എത്തിയിട്ടുണ്ട്. മീഡിയയിലൂടെ നമ്മുടെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വീണ്ടും കാണാനുള്ള അവസരം മീഡിയ ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ മീഡിയയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സാദിഖ് ഭായി, അതുപോലെ തന്നെ നമ്മുടെ മാഹിൻ, 2 ആളുകളെയും ഏറെ സന്തോഷത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഡിവൈൻ്റെ നിറസാന്നിധ്യമായ നമ്മുടെ സത്താർ സാറ്, അതുപോലെ തന്നെ നമ്മുടെ സാലി സാറ്, 2 ആളുകളും ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ അവരെയും മനസ്സിൻ്റെ ഹൃദയമായ ഭാഷയിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിയിട്ടുള്ള ഡിവൈൻ സ്റ്റുഡൻസ് അക്കാദമിയുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയാവതരണം, അതിൻ്റെ ചർച്ച തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഫിനുബിൻ നിസാറിനെ ആദരവോടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ കണ്ടാണ്, ഓതേഴ്സ് ഓഫ് ഹിസ്റ്ററി. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഏതെങ്കിലും എഴുത്തുകാരനെ പറ്റിയോ ഏതെങ്കിലും പുസ്തകത്തിനെ പറ്റിയോ ഏതെങ്കിലും ലിറ്ററേച്ചറിനെ പറ്റിയോ സംസാരിക്കാനാണ്. അതിനെപ്പറ്റി ഒന്നുമല്ല, ഞാനിതൊരു പേരായിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചരിത്രമാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫ്സ് എല്ലാം ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നിന്നാണ് ഓരോ മനുഷ്യനും അവൻ്റെ ഐഡന്റിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നത്. ശരിയാണ്. ഈ ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ കൺട്രോൾ ചെയ്യാനും ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ചരിത്രത്തിന് വലിയ റോളുണ്ട്. ചരിത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചരിത്രം എഴുതുന്നത് എങ്ങനെയാണ്? ഹൂ റോട്ട് ഹിസ്റ്ററി? അതാണ് അടുത്ത ഒരു സ്ലൈഡ് കാണിക്കുന്നത്. ഹൗ വിന്നേഴ്സ് റൈറ്റ് ഹിസ്റ്ററി. ചരിത്രം എഴുതുന്ന എപ്പോഴും ആരാണ്? ഒരു യുദ്ധത്തിന്റെ ചരിത്രം എഴുതുന്ന ആരാണ്? യുദ്ധത്തിൽ ജയിച്ചവനാണ് യുദ്ധത്തിന്റെ ചരിത്രം എഴുതുക.
രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എഴുതിയത് ജർമ്മനിയോ ഇറ്റലിയോ ജപ്പാനോ അല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം എഴുതിയതെല്ലാം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനുമായിരുന്നു. കാര്യം എന്താണ്? കാര്യം ആ യുദ്ധത്തിൽ ജയിച്ചത് അവരാണ്. അപ്പൊ ചരിത്രത്തില് നമ്മൾ ഇന്ന് കുറെ പ്രോപ്പഗാൻഡകൾ കാണാറുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പല പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ മീഡിയ ഓർഗനൈസേഷൻസും വലിയ രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തും. അത് ഇന്ന പൊളിറ്റീഷ്യൻ, ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പ്രൊപ്പഗാൻഡ നടത്താറുണ്ട്. അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ പ്രൊപ്പഗാൻഡയും PR എല്ലാവരും ചെയ്യാറുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു വ്യവസ്ഥയല്ല. ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഈ രാജ്യവും ഈ ഡെമോക്രസിയും ഇതെല്ലാം ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മാനിപ്പുലേഷൻ, PR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. കുറച്ച് ഹിസ്റ്ററിയാണ്, ചരിത്രം അറിയുന്നവർക്ക് അഭിപ്രായം പറയാം. അഭിപ്രായം മാത്രം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ഒരു മഹത്തായ ഒരു രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഏതെങ്കിലും ഉണ്ടോ? ചരിത്രം പഠിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു രാജ്യമല്ലോ സാമ്രാജ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ് ഇൻ ഹിസ്റ്ററി നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആദം. ബ്രിട്ടൻ വാസ് എ ഗ്രേറ്റ് എംപയർ. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാവോ? ദ സൺ വിൽ നെവർ സെറ്റ് ഓൺ ദ ബ്രിട്ടീഷ് എംപയർ. കാര്യം, ബ്രിട്ടീഷ് എംപയറിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ലോകത്ത് എപ്പോഴെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരിക്കും. ലോകത്ത് അത്രയും സ്പ്രെഡ്. നമ്മൾ ഇപ്പോൾ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇൻഫ്ലുവൻസ് ആണ്. വേറെ എനിബഡി നിങ്ങൾക്കും പറയാം. ഒരു ഹിസ്റ്റോറിക്കൽ എംപയർ റോം വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ് ടു എവർ എക്സിസ്റ്റ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോമിനെ പറ്റിയാണ്. നെക്സ്റ്റ്, റോം ആൻഡ് ദ ബാർബേറിയൻസ്. ബാർബേറിയൻസ് ആരാണെന്ന് അതിനു മുമ്പ് നമുക്ക് റോമിനെ ഒന്ന് കാണാം. ഇതായിരുന്നു റോം. അങ്ങ് സ്കോട്ട്ലൻഡിന്റെ അതിർത്തി മുതൽ ഇങ്ങ് പേർഷ്യ വരെ പടർന്നു കിടന്ന വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയേഴ്സ്. ഈ എംപയറിനുള്ളിലുള്ളവരെ പറ്റി അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇതിന് വെളിയിലുള്ള ആളുകളാണ്. നമ്മളിതിൻ്റെ നോർത്തേൺ ബോർഡറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർബേറിയൻസിനെ പറ്റിയാണ്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രാകൃതരായ, എന്താണ്, സിവിലൈസ്ഡ് അല്ലാത്ത മനുഷ്യർ. റോം സ്വയം പറഞ്ഞിരുന്നത്, ഈ ബോർഡർ കണ്ടില്ലേ, ഈ റെഡിനുള്ളിൽ ഉള്ളവരല്ലാതെ ഈ റെഡിന് വെളിയിലുള്ളവരെല്ലാം ബാർബേറിയൻസ് ആണ്. ഞങ്ങളാണ് സിവിലൈസ്ഡ്, ഞങ്ങളല്ലാത്തവരെല്ലാം ബാർബേറിയൻസ് ആണ്. അവരെല്ലാം പ്രാകൃതരാണ്, ക്രൂരന്മാരെ മനുഷ്യരാണ്. അവരെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത അത്ര വലിയ ക്രൂരന്മാരാണ് അവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളവരെ ബാർബേറിയൻസ് തന്നെയാണ് വിളിക്കുന്നത്. നമുക്ക് പ്രാകൃതമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സിവിലൈസ്ഡ് അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന എന്ത് നമ്മൾ കണ്ടാലും നമ്മളതിനെ ബാർബേറിക് എന്ന് വിളിക്കും. ഈ ബാർബേറിക് എന്ന വാക്കും ബാർബേറിയൻസ് എന്ന വേർഡും റോമിനെതിരെ ഫൈറ്റ് ചെയ്തവരെ, റോമിനെതിരെ ശബ്ദിച്ചവരെ, റോമിനെതിരെ യുദ്ധം ചെയ്തവരെ വിശേഷിപ്പിക്കാൻ റോം ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു. നിങ്ങൾക്ക് ആ മാനിപ്പുലേഷൻ മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു വലിയൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും വലിയെന്തോ ആളുകളാണ്. ഞങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നവർ, ഞങ്ങളിൽ പെടാത്ത ആളുകൾ എന്തോ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണെന്ന് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാനും ആ തോട്ട് ഉപയോഗിച്ചിട്ടാണ് റോം അതിന്റെ യുദ്ധങ്ങളെല്ലാം ഫണ്ട് ചെയ്തിട്ടുള്ളത്. റോം അതിന്റെ ജനങ്ങളോട് പറഞ്ഞതെല്ലാം ഇതാണ്: ഈ ബാർബേറിയൻസിനെതിരാണ് നമ്മുടെ യുദ്ധം. നമുക്കാണെങ്കിലും തോന്നൂല്ലോ, ക്രൂരന്മാരായ ഒരു കൂട്ടം ആളുകൾക്കെതിരെ നമ്മുടെ രാജ്യം യുദ്ധത്തിന് ഇറങ്ങാൻ തോന്നും. നമുക്ക് തന്നെ ഒരു ആവേശം വരും. നമുക്ക് തന്നെ തോന്നും നമുക്ക് യുദ്ധം ചെയ്യാൻ പോലും നോക്കും. നമ്മുടെ രാജ്യം സംസാരിക്കണം, അവരെല്ലാം ക്രൂരന്മാരാണ്, അവർ മനുഷ്യരെ കൊല്ലുന്നവരാണ്, മനുഷ്യനെ തിന്നുന്നവരാണ്, അവരെ നമ്മൾ അടിച്ചു തോൽപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം വരും. ആ ആവേശത്തിൽ നിന്നാണ് റോം എന്ന സാമ്രാജ്യം, ലോകം കണ്ട ഏറ്റവും മഹത്തായ സാമ്രാജ്യം ഉണ്ടാകുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം റോമിന്റെ ചരിത്രം പറയാനല്ല, ബട്ട് എങ്ങനെയാണ് ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളൊക്കെ ചരിത്രത്തെയും ആളുകളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയാനാണ്. അടുത്ത് യൂറോപ്യൻ കൊളോണിയലിസം. ഇതും ഹിസ്റ്റോറിക്കൽ മാനിപ്പുലേഷന്റെ വലിയൊരു ഉദാഹരണമാണ്. ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ ശക്തികളും എന്ത് പറഞ്ഞാണ് ബ്രിട്ടനിലെ ആളുകൾ അവരോട് പറഞ്ഞിരുന്നതെന്നറിയോ? ഇന്ത്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ് ആയിട്ടുള്ള അവർ കോളനൈസ് ചെയ്ത ആളുകളെല്ലാം ഇൻഫീരിയർ ആണ്, അവരൊന്നും എന്താണ്
പരിണാമത്തിന്റെ ഒരു പൂർണ്ണതയിലെത്താത്ത മനുഷ്യരാണ്, ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണ്. അവരെ നമ്മളോട് അതൊരു റേസിസത്തിന്റെ ഒരു ആംഗിൾ കൂടെ അതിനുണ്ട്. അങ്ങനെയാണ് അവർ ഹിസ്റ്ററിനെ മാനിപ്പുലേറ്റ്. ഇന്നും ബെൽജിയത്തിലും കോങ്കോയിലും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. നിങ്ങൾക്ക് 1940-കളിൽ ജർമ്മനിയിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോളോകോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഹിറ്റ്ലർ ചെയ്തത് എന്താണെന്ന് അറിയാത്ത ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടണം. അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടണം. പക്ഷെ അതിൻ്റെ കൂടെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ബെൽജിയവും ബ്രിട്ടനും എല്ലാം കോങ്കോയിലും നമ്മുടെ കോങ്കോയിലൊക്കെ ചെയ്തത് എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചരിത്രം ആഴത്തിൽ പഠിക്കുന്നവരല്ലാത്ത ആരെങ്കിലും ചരിത്രത്തിൽ നടന്ന ഇത്തരം അട്രോസിറ്റീസ് കേൾക്കുകയോ കാണുകയോ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹിറ്റ്ലർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മീഡിയ ഈസ് ഫുൾ ഓഫ് ഹിറ്റ്ലറിനെതിരെ സംസാരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ ലിയോപോൾഡിനെതിരെയും മാവോയ്ക്കെതിരെയും ഒന്നും സംസാരിക്കാൻ ആളുകളില്ല. ചൈനയിലെ കൾച്ചർ റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത്തരം ചരിത്രങ്ങൾ നമ്മളിൽ നിന്നും മറയ്ക്കപ്പെടുന്നു, ചരിത്രങ്ങൾ മാറ്റപ്പെടുന്നു. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്ക ആൻഡ് കമ്മ്യൂണിസം, അതിൽ നിന്ന് ഒരു ഡിസ്ക്ലെയിമർ പറയാം. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ല, ഞാൻ കമ്മ്യൂണിസത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, പ്രോപ്പഗാൻഡയെ പറ്റിയാണ്. 80-കളിൽ അല്ലെങ്കിൽ ഒരു കോൾഡ് വാറിന്റെ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉടലെടുത്ത വലിയൊരു പ്രോപ്പഗാൻഡ ഉണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, ദ കമ്മ്യൂണിസ്റ്റ് ആർ കമ്മിങ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രോപ്പഗാൻഡ നടന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു അറിയാവോ? ഇത് വാറുകൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് കൊറിയൻ വാർ, വിയറ്റ്നാം വാർ പോലുള്ള വാറുകൾ ഇവർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളുണ്ട്, ഇമ്പീരിയലിസത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞു, ഇപ്പൊ ഞാൻ അമേരിക്കക്കെതിരെ സംസാരിക്കുകയാണെന്ന് പറയും, നീ കമ്മ്യൂണിസ്റ്റ് ആണ്, നീ കൊള്ളരുതാത്തവനാണ്, നീ ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ വന്നവനാണെന്ന് പറയും, നമ്മളെ നാട് കടത്താൻ ശ്രമിക്കും. ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ, ഇന്നും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നവരല്ല നമ്മുടെ രാജ്യത്തെ ഒരു പവർ സ്ട്രക്ചർ എങ്ങനെയാണ് വിളിക്കുന്നത്. രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ എന്ത് പേര് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്? ആരെങ്കിലും പറയൂ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്, രാജ്യത്തിനെതിരെ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ നമ്മുടെ പവർ സ്ഥിരാകേന്ദ്രം വിശേഷിപ്പിക്കുന്ന പേരെന്താണ്? ടെററിസ്റ്റ്. വേറൊരു പേരൂടെ ഉണ്ട്, രാജ്യദ്രോഹി, ആന്റി നാഷണൽ. ഇതാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. സിസ്റ്റത്തിനെതിരെ നിൽക്കുന്ന ആളുകളെയും രാജ്യദ്രോഹികളെയും ടെററിസ്റ്റുകളുമാക്കി. ഇന്ന് ടെററിസ്റ്റും രാജ്യദ്രോഹി ആയിരുന്നെങ്കിൽ 80-കളിലും 90-കളിലും ഇത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു. അതിന്റെ പേരിലാണ് സൗത്ത് അമേരിക്കയിലും കൊറിയയിലും വിയറ്റ്നാമിലും എല്ലാം അമേരിക്ക വലിയ അധിനിവേശം നടത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ ഇൻവേഷൻ തുടങ്ങാൻ കാരണം തന്നെ അഫ്ഗാനിസ്ഥാൻ ഈസ് എ കമ്മ്യൂണിസ്റ്റ് കൺട്രി, അവിടെ ഫ്രീഡം കൊടുക്കണമെന്നുള്ള പേരിലായിരുന്നു. ഇതാണ് പ്രൊപ്പഗാൻഡയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അന്ന് ആരും ആ ഇൻവേഷൻസിനെ തള്ളിപ്പറയാനോ ആ ഇൻവേഷൻസിനെ സംസാരിക്കാനോ വന്നില്ല. കാര്യം എന്താണ്? കാര്യം ഇൻവേഡ് ചെയ്യുന്ന രാജ്യം ദ്രോഹികളാണ്, അവരെല്ലാം തെറ്റുകാരാണ്, അവരെ ഇൻവേഡ് ചെയ്ത് തോപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ സിസ്റ്റത്തിന് കഴിഞ്ഞു. നമ്മൾ ഇനിയും അതിന് വീണു പോകരുത്. ആര് എന്ത് ആക്രമിച്ചാലും ഇവരെല്ലാം ദ്രോഹികളാണ്, ഇവരുടെ ഐഡിയ അതാണ്, ഇവരുടെ ഗവൺമെന്റ് അതാണ്, അവിടെ ഫ്രീഡം ഇല്ല, ഇതാന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ചരിത്രം അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ചരിത്രം നമ്മളിലേക്ക് നമ്മുടെ പൂർവികർ തന്ന ചരിത്രം അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തൊരു ചരിത്രമായിരുന്നു. നമ്മളിങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുന്ന ചരിത്രം മാനിപ്പുലേറ്റഡ് അല്ലാത്ത, ബയസ്ഡ് അല്ലാത്ത, ക്ലീൻ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ലോകത്ത് നടന്നതൊന്നും ആരും അറിയാതെ മൺമറങ്ങി പോകും. ആഫ്രിക്കയുടെ ചരിത്രവും എല്ലാം മൺമറങ്ങി പോയ പോലെ അങ്ങനെ മൺമറങ്ങി പോകാതിരിക്കട്ടെ. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ചൈനയിലെ കൾച്ചർ റെവല്യൂഷൻ ആർക്കും ഓർമ്മയില്ല, ആർക്കും അറിയില്ല. ബെൽജിയം ചെയ്ത കുരുതികൾ ആർക്കും അറിയില്ല. പോൾ പോട്ടറിനെ ആർക്കും അറിയില്ല. എല്ലാവർക്കും ഹിറ്റ്ലറിനെ മാത്രമേ. ഹിറ്റ്ലറിനെ ക്രിട്ടിസൈസ് ചെയ്യണം. ഹിറ്റ്ലറിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളുടെ ചരിത്രവും കൂടെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിസ്റ്ററി ഈസ് ഓൾവേസ് റിട്ടൺ ബൈ വിന്നേഴ്സ്. നിങ്ങളൊരു അൾട്ടർനേറ്റ് ഹിസ്റ്ററി ആലോചിച്ച് നോക്കൂ. ഒരു വേൾഡ് വാർ സെക്കൻഡിന്റെ ഔട്ട്കം വേറൊരു രീതിയിലായിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ആർഗ്യുമെന്റിന്റെ വേണ്ടി നമുക്ക് പറയാം, ഹിറ്റ്ലറും ജർമ്മനിയും 2ാം ലോക മഹായുദ്ധം ജയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചരിത്രം ഹിറ്റ്ലറിനെ ഒരു മോശക്കാരനെ കാണുമോ അല്ലെങ്കിൽ ഒരു നല്ല നേതാവായി കാണുമോ?
ഒരു നല്ല നേതാവായി കാണും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വോൺ ദാറ്റ് വാർ. നമ്മൾ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറിനെ മോശക്കാരനെ അമേരിക്കനെ നല്ലവനുമായിട്ട് കാണുന്നത്? ബിക്കോസ് ദേ വോൺ ദ വാർ. നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വേൾഡ് വാർ 2 ചരിത്രം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പഠിക്കാം, ഞങ്ങൾക്ക് 10th വേൾഡ് വാർ 2 ചരിത്രം പഠിക്കും. ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ബോറിങ്ങാണ്. ഞങ്ങൾക്ക് 10th ഫസ്റ്റ് പീരീഡ് ഹിസ്റ്ററി ആയിരുന്നു. സാറ് രാവിലെ ക്ലാസ്സിലോട്ട് വരുമ്പോഴേ നമുക്ക് ഉറക്കം വരും. സാറ് അവിടെ നിന്ന് ഇങ്ങനെ വരാതെ ഇങ്ങനെ നടന്നു വരുന്നതാണ്, അപ്പോഴേ നമുക്ക് ഉറക്കം വരും. അങ്ങനെ ചരിത്രം പഠിക്കും ഭയങ്കര ബോറിങ്ങാണ്. എനിക്ക് ചരിത്രം ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പിന്നീട് ചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ചരിത്രവും പൊളിറ്റിക്സിനെക്കാളിലും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രം എപ്പോഴും ഏത് സെഷനിൽ വന്നാലും കുറച്ചുകൂടെ ചരിത്രം പറയാൻ ശ്രമിക്കുന്നു. ചരിത്രം പഠിച്ചിരിക്കണം. ചരിത്രം നമുക്കെല്ലാവർക്കും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവണം, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവണം. ആരും നമ്മളെല്ലാവരും ഒരു ഹ്യൂമൻ ഇസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നൊക്കെ പറയുന്ന പോലെ ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് എല്ലാത്തിലും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന, കഴിക്കുന്ന ഭക്ഷണം, ഇടുന്ന വസ്ത്രം, നടക്കുന്ന വഴി എല്ലാം പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം, പാർട്ടി പൊളിറ്റിക്സ് വേണം, കൊടി പിടിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ഒപ്പീനിയൻ വേണം. ഇപ്പൊ എനിക്ക് ഹിസ്റ്ററിയിൽ ഒരു ഒപ്പീനിയൻ ഉള്ള പോലെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം. നടക്കുന്ന കാര്യങ്ങളിൽ ഒപ്പീനിയൻ ആണ്. അത് എങ്കിൽ മാത്രമേ നമുക്ക് പറ്റിയ, നമ്മുടെ പൂർവികർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് മാനിപ്പുലേറ്റഡ് ആയ ബയസ്ഡ് ആയ ഹിസ്റ്ററി നമ്മളിലേക്ക് പാസ് ചെയ്യുന്നുള്ളത്. ആ അബദ്ധം നമ്മൾ കാണിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് ഈ വേൾഡ് വാർ 2 വലിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. വേൾഡ് വാർ 2 ഇപ്പോഴും പല ആളുകളുടെയും വിചാരം ഇതാണ്, എന്തോ ഗുഡ് വേഴ്സസ് ഈവിൾ ആയിരുന്നു. നല്ലവരായ ആളുകൾ മോശക്കാരായ ആളുകളെ തോൽപ്പിച്ചു, കൊന്നു, ലോകത്ത് സമാധാനം ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഹിരോഷിമയുടെ ചരിത്രം ഇറങ്ങിയൂടെ? ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞു. വൈ? ഹിരോഷിമയിൽ ഒരു മിലിറ്ററി ബേസും ഉണ്ടായിരുന്നില്ല, അവിടെ സിവിലിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാഗാസാക്കിയിൽ വൈ? ലോകത്തിന്റെ ചരിത്രത്തില് ആണവായുധം വേറൊരു രാജ്യത്തിനെതിരെ ഉപയോഗിച്ച ഒരേ ഒരു രാഷ്ട്രമുള്ളൂ, അത് USA ആണ്. അപ്പൊ ഒരിക്കലും ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിനെ പറ്റി കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഗുഡ് വേഴ്സസ് ഈവിൾ, ഒരു സൈഡ് നല്ലതാണ് മറ്റേ വശം മോശമാണെന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൈൻഡ് ആണ്. ഏത് കോൺഫ്ലിക്റ്റ് എടുത്താലും അത് വൺ സൈഡ് ഈസ് ട്രൂലി ഗുഡ് ആൻഡ് വൺ സൈഡ് ഈസ് ട്രൂലി ബാഡ്. ദാറ്റ്സ് ബ്ലൈൻഡ്. നമ്മളെല്ലാം ബ്ലൈൻഡ് ആയി പോകും. നമ്മൾ ബ്ലൈൻഡ് ആകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വേൾഡ് വാർ 2 ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. വൈ ഈസ് ഹിറ്റ്ലർ ദ മോസ്റ്റ് ഈവിൾ മാൻ ഇൻ ദ വേൾഡ്? ഹിറ്റ്ലറിനെക്കാളും കൂടുതൽ ആളുകളെ കൊന്ന ആൾ. ഞാൻ ഒരിക്കലും ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നി ഞാൻ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒരിക്കലുമല്ല. ഹിറ്റ്ലർ ക്രൂരനായിരുന്നു, ഹിറ്റ്ലർ നീചനായിരുന്നു. പക്ഷെ അതിന് നീചന്മാരായ ആളുകളും ലോകത്തുണ്ട്. അവരെ പറ്റി കൂടെ നമ്മളെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ന്യൂസസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. റഷ്യ സസ്പെൻഡഡ് ഫ്രം ദ വേൾഡ് കപ്പ്. എന്തുകൊണ്ടാണ്? റഷ്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. ഫിഫ അവരെ ബാൻ ചെയ്തു. എന്തുകൊണ്ടാ? യുക്രൈനിൽ അധിനിവേശം നടത്തിയതിന്. ഇസ്രായേലിനെതിരെ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫിഫ അല്ലെങ്കിൽ UEFA ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരുന്നവരെ ബാൻ ചെയ്യുന്നു കേട്ടിട്ടുണ്ടോ? അമേരിക്ക ഇറാൻ ആക്രമിച്ചു കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലാണ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും വരുന്ന ആളുകൾക്ക് നേരിടുന്ന വിവേചനം ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഏതെങ്കിലും മീഡിയാസ് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ കൺട്രോൾ ദി മീഡിയ ആൻഡ് ദേ കൺട്രോൾ ദി ഹിസ്റ്ററി. കൺട്രോൾഡ് ആവാതിരിക്കുക. ഈ കൺട്രോൾ ചെയ്യപ്പെടുന്ന മീഡിയാസിനെ വിശ്വസിക്കാതിരിക്കുക. ട്രഡീഷണൽ ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ് ഈ ചരിത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവറിലുള്ള ആളാണോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റി അവരങ്ങനെയാണെന്ന് പറയുമ്പോൾ വിഴുങ്ങാതിരിക്കുക. ട്രൈ ടു സ്റ്റഡി. ഇല്ലെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി പോകും. പ്രൊപ്പഗാൻഡയും മാനിപ്പുലേഷനും എന്താണെന്നും അതെങ്ങനെയാണെന്നും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. നമുക്ക് ഓരോ സ്ലൈഡിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് 1 മണിക്കൂറോളം സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമുണ്ട്. അത് വളരെ ചുരുക്കത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ സായ ഫാത്തിമ. ഞാൻ ഒരുപാട് വലിയ ടോപ്പിക് എടുക്കാൻ സമയമൊന്നും കിട്ടാതെ പെട്ടെന്ന് എടുത്തൊരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റീസ്. ഞാൻ ഇതിനു മുന്നേ ഒരു 1.5 year മുന്നേ ഡിവൈനിൽ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്
അത്യാവശ്യം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കും ഇതിന് സബായിട്ട് ഞാൻ പെട്ടെന്ന് കിട്ടിയ 1-2 ടോപ്പിക് കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ഇത് എടുക്കുന്നത്. അപ്പം പേഴ്സണാലിറ്റീസ്, അതായത് വ്യക്തിത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് വ്യക്തിത്വം. അപ്പം നമ്മൾ നോർമലി കേൾക്കുന്ന രണ്ടാണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്നറിയാം. അതായത് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പെട്ടെന്ന് വരുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട്, എനർജറ്റിക് ആയിട്ട്, ഭയങ്കര ടോക്റ്റീവായിട്ട് ഉള്ള ആളുകളെ പറ്റിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഷൈ ഫീലിംഗ് ഒന്നും ഇല്ല, എല്ലാവരോടും പെട്ടെന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആകും. ഇപ്പോൾ ഒരു ടീമിലൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർക്കത് ചെയ്യാൻ പ്രത്യേക ഒരു താല്പര്യമായിരിക്കും, അടിപൊളിയായിട്ടെല്ലാം ചെയ്യുകയും ചെയ്യാം. ആ സമയത്ത് ഇൻട്രോവേർട്ട് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് കമ്പനി ആവാനൊരു മടിയുള്ള, കുറച്ച് മാറി നിൽക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നും പുറകോട്ട് നിൽക്കുന്ന, അവർക്ക് അവരുടേതായ കംഫർട്ട് സോണിൽ ആണ് അവരുടെ അതായത് ഇതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയും സംസാരിക്കുകയും അവരുടെ ടോക്റ്റീവ് സൈഡൊക്കെ എടുക്കുന്നത് അവരുടെ കംഫർട്ട് സോണിൽ മാത്രമായിരിക്കും. അപ്പം ജസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ 2 കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം വ്യക്തിത്വം എല്ലാവരും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എത്ര പേരുണ്ടോ ഡിഫറെൻറ്റ് ടേസ്റ്റിലായിരിക്കും അതിന് ആൻസേഴ്സ് കിട്ടുന്നത്, അല്ലേ? എല്ലാവരും ഇപ്പം 50 പേരുണ്ടെങ്കിൽ 50 പേരുടെയും ആൻസർ എന്ന് പറഞ്ഞാൽ അവരുടേതായ ടേസ്റ്റിലായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തിക്കുന്ന രീതിയും അവരുടെ ഒരു തിങ്കിങ് സ്റ്റൈലും അതുപോലെ തന്നെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്കൊരു റിപ്ലൈ തരുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു പേരൻസിന് ജനിച്ച് വളർന്ന ഒരു പേരൻസ് വളർത്തിയ 3-4 മക്കളെടുത്താൽ തന്നെ അവർക്ക് തന്നെ എന്ത് ചെയ്യും, ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരെയും കാണാനും പേരിലും ഒക്കെ വ്യത്യസ്തത ഉള്ള പോലെയാണ് എല്ലാവരുടെയും സ്വഭാവങ്ങളിലുമുള്ള വ്യത്യാസം. ഓക്കെ, ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ സ്വഭാവങ്ങൾ ഇതിനെല്ലാത്തിനും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഏത് ക്യാരക്ടർ എടുത്താലും അതിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കാം. അത് ആ മനുഷ്യരിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറൊരു പേഴ്സൻ്റെ ഒരു എന്താണ് പ്രോസ്പെക്റ്റീവിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളവരെ നേരത്തെ തന്നെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അവരിങ്ങനെയാണ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതായത് നെഗറ്റീവ് വ്യൂസ് ഓഫ് റിഗാർഡിങ് പേഴ്സണാലിറ്റീസ്. ഒരു മനുഷ്യന്റെ ഏത് തരം സ്വഭാവം കണ്ടുപിടിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താണ്? നെഗറ്റീവ് സൈഡ് കണ്ടുപിടിക്കാനാണ് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ളത്. അതായത് ഒരു മനുഷ്യന് 10 out of 9.9% ആൾക്ക് നമുക്ക് ചിലപ്പം ഗുഡ് മാർക്ക് കൊടുക്കാൻ പറ്റിയേക്കാം, നല്ലൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ ആ ഉള്ളൊരു 1 point അല്ലെങ്കിൽ ഒരു 1 point ഉള്ള നെഗറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ന് എല്ലാവരും, അല്ലേ? അതെ, എല്ലാവരും അങ്ങനെയാണ്. ആർക്കും മറ്റുള്ളവരുടെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ നല്ലൊരു സൈഡ് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് പേഴ്സണാലിറ്റീസ് എടുത്തു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയുമ്പം അതിൽ ഇപ്പം എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി തന്നെ ഫസ്റ്റ് എടുക്കാം. അവർ ഞാൻ പറഞ്ഞു ഭയങ്കര സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, എല്ലാ കാര്യത്തിലും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയുള്ളവർ നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോഴും മറ്റുള്ളവരുടെ വ്യൂവിൽ ഇവർക്ക് കുറച്ച് ടൈറ്റിൽ കൊടുക്കും, നെഗറ്റീവ് ടൈറ്റിൽ അല്ലെങ്കിൽ അവരിൽ ചൂണ്ടിക്കാണിക്കുന്ന നെഗറ്റീവ്സ്. ഈ ഒരു എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ഒക്കെ മാറ്റി നിൽക്കട്ടെ. ഇപ്പം സ്കൂളിൽ ഒരു സ്റ്റുഡൻറ്റ് ആള് ഒരു പ്രോഗ്രാമിന് നല്ല രീതിയിൽ കാര്യങ്ങൾ ആളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു എന്നിരിക്കട്ടെ. ചിലപ്പം ആൾ ഇന്ന് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായേക്കാം. ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നല്ല കുറച്ച് റെസ്പോൺസ് കിട്ടണം, നല്ല കാര്യങ്ങൾ കേൾക്കണം എന്നാഗ്രഹിച്ചല്ലേ എല്ലാവരും എല്ലാം ചെയ്യാറ്. അതുപോലെ ചെയ്തു. പക്ഷേ ഈ സ്കൂളുകളിലെ മെയിൻ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സ്കൂളുകളിൽ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന കുറച്ച് ടാഗ് ലൈൻ ഉണ്ട്. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മെയിൻ വാക്കണ്ടോ, മെയിൻ ആവാൻ വേണ്ടി അവൻ ഇച്ചിരി അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരി മെയിൻ ആവണം, അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ ആളത് ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോഴാണ് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടുന്നത് അവൻ മെയിൻ ആവാൻ വേണ്ടി, അവനിക്ക് ഇച്ചിരി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ്. ഒരുപക്ഷെ അത്രയും ഞാനൊന്നും ചെയ്യണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്ന് വരെ ഒരു ആൾക്കത് തോന്നിയേക്കാം. പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നു എന്നല്ല പറയുന്നത് കേൾക്കാറുണ്ട്. സ്കൂളുകളിലൊക്കെ മെയിൻലി കേൾക്കുന്ന ഒരു കാര്യമാണ്
ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ജഡ്ജ് ചെയ്യുക, പോസിറ്റീവ് പറയുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറയുക എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു 1 ഡേ രാവിലെ മുതൽ ഈവനിങ് വരെ ഒരു സാറിൻ്റെ ഒരു അടിപൊളി സെക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സെക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറ് ഞങ്ങൾക്ക് ഒരു A മുതൽ F വരെയുള്ള ഡിവിഷനിൽ നിന്ന് സാറ് ഞങ്ങൾക്ക് 4 പേർക്ക് ആകെ ചാൻസ് തന്നു. 4 പേർക്ക് ഇതിനെ പറ്റിയുള്ള റിവ്യൂ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഡിവൈനിലൊക്കെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ രണ്ടാമത് എഴുന്നേറ്റ് എന്ത് ചെയ്തു, റിവ്യൂ പറയാനായിട്ട് പോയി. അപ്പം F ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് ഇരിക്കാൻ കിട്ടിയത്. അപ്പം ആ ഒരു നടന്നു പോകുന്ന ഒരു വഴി തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്, ഇവൾ എഴുന്നേറ്റ് നിന്ന് എന്ത് പറയാൻ പോകുന്നു എന്നുള്ള പലരുടെയും ചോദ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, റിവ്യൂ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞാനതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് പേഴ്സണലി ആ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും ഒരുപാട് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അപ്പം അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ഒരാഴ്ച ഞാൻ ഈ ഒരു വാക്ക് വെച്ച് ഒരുപാട് കേട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേഴ്സണലി അടിപൊളിയായിരുന്നു. അതായത് 10th ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയ ഒരു സമയത്ത് എന്നെ എല്ലാവർക്കും അറിയത്ത് പോലും ഇല്ല. പക്ഷെ അതിൽ എല്ലാവരും പിന്നീട് ഒരാഴ്ച ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ ഒരു വാക്ക് കൊണ്ടുള്ള ഒരു കളിയാക്കലാണ്. പക്ഷെ ആദ്യം എനിക്ക് സങ്കടം തോന്നി, അയ്യോ വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവിടെ പോയി നിന്ന് അങ്ങനെ സംസാരിച്ചത്, വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. പക്ഷെ പിന്നെ അതെന്നെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിച്ചു. അത്രയും സ്റ്റുഡൻസിൽ നിന്നും ആ 4 പേരിൽ രണ്ടാമത് പറയാൻ പറ്റി, അതിൽ ഒരാളാവാൻ പറ്റി. അവിടെ നിന്നവരാരും എന്ത് ചെയ്തില്ല, ഒന്ന് എഴുന്നേറ്റ് സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും തയ്യാറായില്ല. അവിടെ ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് എനിക്ക് തോന്നി. പക്ഷേ അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് ഇനി എഴുന്നേക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നവർ വരെയുണ്ട്. അതുകൊണ്ട് ഇപ്പം ഒരാളെ പറ്റി നമുക്ക് നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ, ആൾ ചെയ്ത കാര്യം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നെഗറ്റീവ് പറയാണ്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് പറയാണ്ടിരിക്കുക. അതായത് നമുക്ക് ആർക്കും കൺഗ്രാജുലേഷൻ പറയാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ചെയ്തത് നല്ലതാണെന്ന് പറയാൻ നമ്മുടെ മനസ്സ് അനുവദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവ് പറയാണ്ടിരിക്കുക. നമ്മളെ കാരണം അവരിനി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തയ്യാറെടുക്കാൻ നേരത്തെ ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഓക്കെ, ഇനി ഞാൻ അങ്ങനെ ചെയ്താൽ അവർ ഇനിയും അങ്ങനെ പറയും. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. കൂടെ നിന്നിട്ട് ഫ്രണ്ട്സൊക്കെ നമ്മൾ അതൊരു കളിയാക്കുന്ന രീതിയിൽ നമ്മൾ നല്ലൊരു കാര്യം എക്സ്പെക്ട് ചെയ്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അത് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ നല്ലതുപോലെ മാക്സിമം ചെയ്തു എന്നൊന്നും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ നെഗറ്റീവ്സ് പറയുമ്പം അത് ഭയങ്കരമായിട്ട് അവർക്ക് അഫക്റ്റ് ചെയ്യും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചിലപ്പം ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാം. അല്ലെങ്കിൽ ഇനിയാണെങ്കിലും ഇങ്ങനെ പറയാത്തവരാണെങ്കിൽ പോലും ഇനി അങ്ങനെ ആരെയും പറയാണ്ടിരിക്കുക. നമുക്ക് നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് നെഗറ്റീവ് പറയാണ്ടിരിക്കുക ആരെ പറ്റി. സോഷ്യൽ നോംസ് ടുവേർഡ്സ് പേഴ്സണാലിറ്റീസ്. അതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇപ്പം സോഷ്യൽ നോംസ് എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കണം, അവരിങ്ങനെയാണ്, അവരിപ്പം ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നവർ അവർ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞു, അവർ ഇച്ചിരി ഒതുങ്ങി നിൽക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ ഒരു ടീം ലീഡിങ് ഒക്കെ അവരെ ഏൽപ്പിക്കാൻ പോകുമ്പം അവനതിനുള്ളതൊന്നും പറ്റത്തില്ല, അവനതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യമേ അവരെ അവിടെ അടിച്ച് ഇരുത്തുക അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരാൻ അവർക്കൊന്ന് ട്രൈ ചെയ്യാൻ ഒരു അവസരം പോലും കൊടുക്കാണ്ട് താഴ്ത്തി ഇടുക എന്ന് പറയുന്നതും നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യമാണ്. മെയിൻലി സ്കൂളുകളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇവൻ ടീച്ചേഴ്സ് പോലും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിനക്കതിന് പറ്റുകയില്ല, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ കൂടെയുള്ള സ്റ്റുഡൻസ് ആയിട്ട് തന്നെ വേറൊരാൾ ചെയ്യാൻ പോകുമ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പറയുന്ന കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആരും ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ആരും മറ്റൊരാൾ വളരുന്നത് അല്ലെങ്കിൽ നല്ലത് ഇഷ്ടപ്പെടാത്തവരാണ്. എല്ലാവർക്കും സ്വന്തം കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മാത്രം നല്ലവണ്ണം, ഞാൻ നന്നാവണം. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഇരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നത്. നന്നാവരുത് എന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പം നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഇരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ട കാര്യം നമ്മളെപ്പറ്റി നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്നിടത്ത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇതുപോലുള്ള ജഡ്ജ്മെൻറ്റ്സ് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ പറയുന്നതാണെങ്കിൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് എടുത്ത്
അതെന്താ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ ഇറക്കി കളയുന്നവരുണ്ട്. പക്ഷെ അതൊരു ട്രോമയായിട്ട് കടന്ന് പിന്നീട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, കേട്ടിട്ടില്ല എന്ന് തന്നെ നടിച്ച് മുന്നോട്ട് പോവുക. ഇപ്പം ഞാനിപ്പോൾ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് ഒരു കോളേജിനെ പറ്റി നോക്കുമ്പം, ഒരു കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഒക്കെ നെഗറ്റീവ്സ് മാത്രമാണ് കേൾക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ പേട്ടയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് എന്തിനാ ഇവിടെ പഠിച്ച് ലാസ്റ്റ് എന്താ ഇത്രയും നാൾ കഴിയുമ്പോൾ കല്യാണം കഴിച്ചു വിടും, അതുകൊണ്ട് എന്തിനാ പഠിക്കുന്നത് എന്ന് പോലും ഈ 2026 പോലും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ട്. അതുകൊണ്ട് പറയാം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് കമൻറ്റ്സ് കേൾക്കുന്നത് അവോയ്ഡ് ചെയ്യുക, നമുക്ക് പറയാതിരിക്കുക. നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ നെഗറ്റീവ് പറയാണ്ടിരിക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ് അവർക്ക് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ. താങ്ക് യു. അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഈ എത്തിസം എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും യങ്ങായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എത്തിസം എന്നുള്ളത്. അപ്പം ഈ എത്തിസം എന്ന ഈ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ മലയാളത്തിൽ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവരാരാണ്, അവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അവരെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, അതൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് തന്നെ എത്തിസ്റ്റ് എന്നുള്ളതിനൊരു ഡെഫിനിഷൻ പറയാം. ആരാണ് അവർ? എത്തിസം ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് ബിലീഫ് ഇൻ ഗോഡ് ഓർ ഗോഡ്സ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ലായ്മ, പടച്ചവനില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന ആൾക്കാരാണ് എത്തിസ്റ്റുകൾ. Atheists do not accept the claim that God exists unless they find sufficient evidence to support it. Atheism approaches questions about existence and reality through reason, evidence and critical inquiry. പടച്ചവൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നതിന് പകരം തെളിവുകൾ അല്ലെങ്കിൽ അനുഭവം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ. അപ്പം നമ്മൾക്കിപ്പോൾ ടീനേജ് ഏജിലെ ആൾക്കാരാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി ദൂരെയുള്ള പല പല കോളേജുകളിലേക്കും വലിയ വലിയ സ്കൂളുകളിലേക്കും ഒക്കെ പോകേണ്ടി വന്നിരിക്കാം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 49 പേരും ഇതുപോലെ പടച്ചവനില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകളും നമ്മൾ ഒരാളും മാത്രമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുള്ളൂ എങ്കിൽ പോലും ആ ബാക്കിയുള്ള 49 പേരോടും പൊരുതി നിൽക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അപ്പം ഇവർ മെയിനായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് നോക്കാം. The main argument raised by atheists: the absence of evidence is the evidence of absence. Absence of evidence. Evidence എന്ന് പറഞ്ഞാൽ തെളിവ്, തെളിവിൻ്റെ അപാകത. The absence of evidence is the evidence of absence. Evidence of absence എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതിന് തെളിവാണ്. അതായത് ഒരു വസ്തുവിനെ കുറിച്ച് തെളിവില്ലാത്തത് ആ വസ്തു തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എത്തിസ്റ്റുകൾ പറയുന്നത്. അതായത് പടച്ചവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, അപ്പോൾ പടച്ചവനുണ്ട് എന്നുള്ള തെളിവില്ല, അതുകൊണ്ട് ദൈവമില്ല എന്നാണ് ഇവർ പറയുന്നത്. ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ദൈവം തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവരിങ്ങനെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ അടുത്തൊരു എത്തിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ട് പറയുവാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പടച്ചവനില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ തിരുത്തി കൊടുക്കാം എന്ന് നോക്കാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക് എക്സാമ്പിൾസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം എത്തിസ്റ്റുകളോട് മെയിനായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയും ഖുറാനിലെയും ഹദീസിലെയൊക്കെ തെളിവുകൾ വെച്ചിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാമെന്ന്. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ല. കാരണം ഖുർആനും ഹദീസും ഒക്കെ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഖുറാനിലെയും ഹദീസിലെയും തെളിവുകൾ പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. പടച്ചവനില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പടച്ചവനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഖുറാൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ട് അവർക്ക് തിരുത്താൻ നോക്കണം. അപ്പം ഒരു ആർഗ്യുമെൻ്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക് എവിഡൻസ് ആണിത്. ഫസ്റ്റ് വൺ, ഓസോൺ ലെയർ. ഇറ്റ്സ് പ്രൊട്ടക്ട് എർത്ത് ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ്. സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയൻസിൽ നിന്ന് ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ കണ്ടുപിടിക്കുന്നത് 1930-ലാണ്. ചാർലസ് ഫാബ്രി ആൻഡ് ഹെൻറി ബ്യൂസ്റ്റൺ.
ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ഓസോൺ ലെയർ കണ്ടുപിടിക്കുന്നത് 1930-ൽ. ഭൂമി ഉണ്ടായി കോടാനുകോടി വർഷങ്ങളായി. അപ്പം മുതൽ തന്നെ, ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ പടച്ചൻ ഭൂമി എപ്പോൾ സൃഷ്ടിച്ചോ അപ്പോൾ തന്നെ ഓസോൺ ലെയർ സൃഷ്ടിച്ചതാണ്. പക്ഷേ അത് മനുഷ്യർ കണ്ടുപിടിക്കുന്നത് 1930-ലാണെന്ന് മാത്രം. ആ 1913 മുമ്പ് ഇങ്ങനെ ഒരു ഓസോൺ ലെയർ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്ന് ഈ ലോകത്തുള്ള ഒരു ചുടു കുഞ്ഞിന് പോലും അറിയില്ല. അത് കണ്ടുപിടിച്ചത് 1930-ലാണെന്ന് മാത്രം. അപ്പം ആ 1930-ക്ക് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിന് യാതൊരു വിധ തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഈ എത്തിസ്റ്റുകൾ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഇതിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയേണ്ടി വരും? 1913 മുമ്പ് ഓസോൺ ലെയർ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇവർ പറയുന്നത് ഓസോൺ ലെയറിന് ഒരു വസ്തുവിനെ കുറിച്ച് തെളിവില്ലാത്തത് ആ വസ്തു ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണല്ലോ. അപ്പം ഈ ഒരു ആർഗ്യുമെൻറ്റ് ഇതിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും 1930 മുമ്പ് ഓസോൺ ലെയർ ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സയൻറ്റിഫിക് എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ എത്തിസ്റ്റുകളുടെ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ഇൻറ്റേർണൽ ഓഷ്യൻ വേവ്സ്. നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തിരകളാണല്ലോ. കടലിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഷ്യൻ വേവ്സ് ഉണ്ട്, ആന്തരിക തിരകൾ എന്ന് പറയും. ഈ ആന്തരിക തിരകൾ കണ്ടുപിടിക്കുന്നത് 1893-ലാണ്. 1893-ൽ ഈ ഒരു ഇൻറ്റേർണൽ വേവ്സ് എന്ന ഫിനോമിനൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തുള്ള ഒറ്റ മനുഷ്യർക്കും അറിയില്ല ഇങ്ങനൊരു സാധനം കടലിൻ്റെ അടിയിലുണ്ട് എന്ന്. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പം ഇവരുടെ ഒരു ആർഗ്യുമെൻ്റ് ഇതിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയേണ്ടി വരും? 1893-ക്ക് മുമ്പ് അവിടെ ഇൻറ്റേർണൽ ഓഷ്യൻ വേവ്സ് ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അതിനു മുമ്പ് അതിനെപ്പറ്റി യാതൊരുവിധ തെളിവില്ലല്ലോ. പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് എത്തിസ്റ്റുകളൊക്കെ എത്തിസ്റ്റുകളെല്ലാവരും പേടിക്കുന്നൊരു അവസ്ഥ. അവരുടെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, അവരോട് ഉത്തരം പറഞ്ഞാൽ നമ്മൾ നാണം കെടും, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് പൊതുവെ എല്ലാവർക്കും. ശരിക്കും അങ്ങനെയൊന്നുമല്ല. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം അവരുടെ വാദങ്ങളൊക്കെ എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു എത്തിസ്റ്റ് വന്ന് ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള 2-3 എക്സാമ്പിൾസ് വെച്ചിട്ട് അവരുടെ ആർഗ്യുമെൻ്റ് തെറ്റാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഫൈൻ ട്യൂൺഡ് സിസ്റ്റം. എ ഫൈൻ ട്യൂൺഡ് സിസ്റ്റം ഈസ് വൺ വിച്ച് ഡിഫറെൻറ്റ് പാർട്സ് വർക്ക് ടുഗദർ വിച്ച് പ്രിസൈസ് ബാലൻസ് ആൻഡ് ഓർഡർ. അതായത് നമ്മുടെ വേൾഡ് മൊത്തം ഒരു ഫൈൻ ട്യൂൺ സിസ്റ്റത്തിലാണ്. ഫൈൻ ട്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല പാർട്സ്, ഡിഫറെൻറ്റ് പാർട്സ് എല്ലാം ഒരുമിച്ച് നിന്ന് കറക്റ്റ് ഒരു ബാലൻസിലും ഓർഡറിലും വർക്ക് ചെയ്യുന്നതിനാണ് ഫൈൻ ട്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈവൻ സ്മോൾ ചേഞ്ചസ് ഇൻ ദിസ് കണ്ടീഷൻ കുഡ് പ്രിവെൻറ്റ് ദിസ് സിസ്റ്റം ഫ്രം ഫങ്ഷനിങ് പ്രോപ്പർലി. ഈ ഒരു ഫൈൻ ട്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഓർഡർ തെറ്റുന്നത് പോലും വലിയ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. അതായത് നമ്മുടെ ഈ ലോകത്തുള്ള എനർജി, മോഷൻ, ടൈം, യൂണിവേഴ്സൽ ലോസ് ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നിന്നിട്ടാണ് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫൈൻ ട്യൂൺഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് നോക്കാം. ഡേ ആൻഡ് നൈറ്റ്, അതായത് രാത്രിയും പകലും ദിവസം. ഒരു ഡേ എന്നുള്ളത് 24 hours-ആണ്. ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അത് എപ്പോഴെങ്കിലും 25 മണിക്കൂറായി കൂടി പോവുകയോ 10 മണിക്കൂറായി കുറഞ്ഞു പോകുന്ന അവസ്ഥയോ ഉണ്ടായിട്ടുണ്ടോ? അത് എന്നും കറക്റ്റായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ എർത്ത് സൺ ഡിസ്റ്റൻസ്, ഭൂമിയിൽ നിന്ന് 147.6 ബില്യൺ അകലത്തിലാണ് സൂര്യനുള്ളത്. ഇപ്പോൾ സൂര്യൻ വിചാരിക്കുന്നത് കുറച്ച് കയറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് സൂര്യൻ കുറച്ചുകൂടി ഡിസ്റ്റൻസ് മേലോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഐസ് കട്ടിയായി തണുത്തുറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കറക്റ്റ് ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കണം എന്ന് ചിന്തിക്കാൻ സൂര്യന് ബുദ്ധിയില്ല, സൂര്യനിൽ ഇത്ര അകലത്തിൽ നിൽക്കണം എന്ന് ചിന്തിക്കാൻ ഭൂമിക്ക് ബുദ്ധിയില്ല. അപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ശക്തി വേണം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്. നമ്മൾ മനുഷ്യർ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു, പ്ലാന്റ്സ് ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ശ്വസിക്കുന്നു. ഭൂമി ഉണ്ടായ കാലം മുതൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തെ കുറച്ച് നേരത്തേക്കെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ശക്തി വേണം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇപ്പം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക,
നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു എത്തിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ട് പടച്ചോനെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് പടച്ചോനില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് പൊളിച്ചു, എന്നിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ സിസ്റ്റത്തിനെയൊക്കെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഹൂ ക്രിയേറ്റഡ് ദ ഗോഡ്? ദൈവത്തെ ആര് സൃഷ്ടിച്ചു? നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പം ആ ചോദിക്കുന്ന വ്യക്തിയിൽ നിന്ന്, ആ ചോദിക്കുന്ന വ്യക്തിയുടെ ചോദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് അതിനെപ്പറ്റി ആ വ്യക്തിക്ക് എത്രത്തോളം വിവരമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗോഡ് അല്ലെ ദൈവം എന്നൊരു കൺസെപ്റ്റിനെ പറ്റി അറിയാവുന്ന ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമേ അല്ല ഇത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളോട് ഒരാളോട് ചോദിക്കുകയാണ്, ഗാന്ധിജീനെ വെടിവെച്ച് വന്നല്ലോ, ഗാന്ധിജി മരിച്ച ടൈമിൽ ഗാന്ധിജി ധരിച്ചിരുന്ന ടീഷർട്ടിൻ്റെ കളർ എന്തായിരുന്നു? ഗാന്ധിജി ധരിച്ചിരുന്ന ടീഷർട്ടിൻ്റെ കളർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഗാന്ധിജീനെ പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരാൾക്കറിയാം ഗാന്ധിജി ടീഷർട്ട് ധരിക്കാറില്ലായിരുന്നു എന്ന്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഇന്ത്യയിലെ ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. ഒരാൾ നമ്മളോട് കൊണ്ട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന് മുമ്പുള്ള ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം അയാൾക്ക് ഇന്ത്യനെ കുറിച്ചോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ചോ യാതൊരുവിധ വിവരവും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയാണ് ഈ ചോദ്യം. ഈ ഒരു ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നും പടച്ചവൻ സൃഷ്ടിക്കാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ തോന്നും. If everything required a creator, then each creator would need another creator, leading to an infinite chain with no ultimate explanation. ഇപ്പോൾ പഠിച്ചവനെ സൃഷ്ടിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടെങ്കിൽ ആ സൃഷ്ടിച്ച ആൾ സൃഷ്ടിക്കാൻ വേറൊരാൾ അങ്ങനെ പോയി ആ ചെയിൻ ഒരിക്കലും അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, പഠിച്ചവൻ സൃഷ്ടിക്കാൻ ആറിൻ്റെ ആവശ്യമില്ല, പഠിച്ചവൻ ഉള്ളവനാണ്, ഒരു ഫസ്റ്റ് കോഴ്സായിട്ട് ഉള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക. If God is understood as an eternal uncreated creator, then the next question is, what reasons are there to believe such a creator exists? പടച്ചവൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്? പടച്ചവൻ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാം? എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു എത്തിസ്റ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പം സയൻറ്റിഫിക് ആയിട്ട് കൊടുക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ വേൾഡ് വൈഡ് അംഗീകരിച്ചൊരു സംഭവമാണ് ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് ഇതിനുള്ള എക്സാമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പം ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് റിമെയിൻ അറ്റ് റെസ്റ്റ്, ആൻ ഒബ്ജക്റ്റ് അറ്റ് മോഷൻ റിമെയിൻ ഇൻ മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഒരു വസ്തു ചലിക്കണമെങ്കിൽ അതിൻ്റെ പുറത്ത് വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കണമെങ്കിലും അതിൻ്റെ പുറത്ത് നമ്മളൊരു വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാറ് നിർത്തിയിട്ടിരിക്കുന്ന കാറ് ഓടണമെങ്കിൽ ഒരാൾ അതിൽ കയറി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഓടുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യാൻ, വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് എക്സാമ്പിൾ പറഞ്ഞാൽ എർത്ത് ആൻഡ് സൺ. എല്ലാ ദിവസവും ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യൻ കറങ്ങണം എന്നുണ്ടെങ്കിൽ മനുഷ്യരായാലും ഇവിടെ നിന്ന് വിട്ടത് കറക്കി വിടുന്നുണ്ടോ? അപ്പം അതിൻ്റെ പുറകിൽ അത് കറക്കാനൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അത് കറക്കി വിടുന്ന ആരാന്ന് ചിന്തിച്ചാൽ, സൂര്യനെ ചലിപ്പിക്കുന്നത് ആരാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ അള്ളാഹ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചന്ദ്രൻ, മൂൺ, പിന്നെ സ്റ്റാർസ്, ഗാലക്സീസ്, ഇങ്ങനെ തുടങ്ങി ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ഉണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇതൊക്കെ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നെക്സ്റ്റ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇതിനെപ്പറ്റി എന്താ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. എവിഡൻസ് ഫ്രം ദ ഖുറാൻ, സൂറ അൽ ഇഖ്ലാസ് 3-ാമത്തെ ആയത്ത്, ലം എലിദ് വലം യൂലദ്, ഹി നെയ്തർ ബെഗറ്റ്സ് നോർ ഈസ് ബോൺ, അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല. അതുപോലെ സൂറത്തുൽ ഹദീദ്, ഹുവൽ അവൽ വൽ ആഖിർ, ഹി ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ആ ആയത്തിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്, ഹുവൽ അവൽ വൽ ആഖിർ വല്ലാഹിർ വൽ ബാത്തിൻ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ അത് മാത്രം ആവശ്യമുണ്ട്, അത് ഉൾപ്പെടുത്തിയതാണ്. അതായത് അവൻ ആദ്യമേ ഉള്ളവനാണ്, അവസാനം ഉള്ളവനാണ്. അപ്പോൾ ഖുറാനിൽ പഠിച്ചത് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. In conclusion, motion requires a cause, balance requires a precision, creation points to a creator.
അതായത് ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സിസ്റ്റങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പടച്ചവൻ ഉണ്ട് എന്ന് വിശ്വസിക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള അടയാളങ്ങളാണ്. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, പടച്ചവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയെന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു എത്തിസ്റ്റായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എന്തുകൊണ്ട് പടച്ചവനിൽ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേരൻസ് മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എന്നല്ല നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്. പകരം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇത്ര നേരം പവർ പോയിന്റ് പ്രസൻറ്റേഷനായിരുന്നു എനിക്ക്. പക്ഷേ PPT ഒന്നും ഞാൻ തയ്യാറാക്കാനുള്ള എനിക്ക് പറ്റിയില്ലായിരുന്നു. കാരണം ഞാൻ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ കുറേ 2-3 ആഴ്ച അങ്ങനെ പോയി. അതുകൊണ്ട് എനിക്ക് PPT ഇല്ല. അതുകൊണ്ട് ഞാൻ പവർ പോയിന്റ് ഇല്ലാതെയാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന സലാം പറയാൻ പറഞ്ഞു. അസ്സലാമു അലൈക്കും. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സമത്വമുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യത്തിൽ പൂർണ്ണമായ ഒരു സമത്വമുണ്ട്. അതെന്താണെന്നറിയോ? അത് നമ്മുടെ സ്വഭാവമോ കാര്യങ്ങളോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ ഒരു ദിവസം നമ്മളെല്ലാവരും മരണപ്പെടും. അതെത്ര വലിയ ആളുകളാണെങ്കിലും അതോ എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരെന്തായാലും മരണപ്പെടും. മരണത്തിന്റെ മുന്നിൽ ആർക്കും ഓടിപ്പോകാനൊന്നും കഴിയില്ല. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും പല വയസ്സാണ്. നിലവിൽ എനിക്കിപ്പോൾ 18 വയസ്സാണ്. പക്ഷെ ആരെങ്കിലും എന്നോട് വന്നിട്ട് ചോദിക്കുക, ഇനി ഒരു 18 വർഷം നീ ജീവനോടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ മറിച്ച് അവരെന്നോട് വന്ന് നീ എന്നാ ജനിച്ചതെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന വർഷമാണ് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ആർക്കും ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള 18 വർഷം നമ്മൾ ജീവിച്ചിരിക്കുവോ അതോ നാളെ നമ്മൾ ജീവനോടെ ഉണ്ടാവുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാലും നമുക്കതിന് യാതൊരു ഉത്തരവും പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നാളെ രാവിലെ ആരൊക്കെ 100% നാളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുന്ന ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കും പറയാൻ ഉത്തരവും ഇല്ല. നമ്മൾ എണ്ണിക്കല നമുക്ക് നമുക്ക് എണ്ണിക്കോ ഇല്ലയോ എന്ന് പറയാൻ പേടിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, പക്ഷെ പിറ്റേ നമ്മൾ എണ്ണീറ്റില്ല. നമ്മുടെ ഉത്തരത്തിന് എന്തേലും വാല്യൂ ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതികൾ അങ്ങനെയാ. നമ്മൾ ചിന്തിക്കുന്നത് നാളെ ആവാം, നാളെ തൊട്ട് നന്നാവാം, നാളെ തൊട്ട് ഇനി നിസ്കരിക്കാം, എന്തായാലും ഈ മഗ്‌രിബ് വരെ പോയി, അപ്പൊ ഇനി ഈശാൻ കൂടെ അല്ലേ ഉള്ളൂ, അപ്പൊ ഇനി നാളെ ആക്കാം, നാളെ ആകുമ്പോ പിന്നെ സുബഹി തൊട്ട് കിട്ടും, അപ്പൊ പിന്നെ 5 വക്കത്ത് കിട്ടും, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കും. പിന്നെ തൗബ ചെയ്യാന്നാണെങ്കിൽ ഇനിയും എന്തോരം സമയം, പടച്ചോൻ തൗബേന്റെ വാതിൽ അടയ്ക്കുന്നോളം വരെ നമുക്ക് തൗബ ചെയ്യാൻ സമയമല്ലേ, എന്നാ അപ്പൊ നമുക്ക് തൗബ ചെയ്താൽ പോരേന്ന് ഓർക്കും. പക്ഷെ ആ തൗബയുടെ വാതിൽ അടയ്ക്കാൻ സമയമുണ്ട്, നമുക്ക് സമയമുണ്ടോ നമുക്കപ്പോൾ അറിയില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൂടാതെ റമളാൻ മാസം, റമളാൻ പുണ്യൊരു മാസമാണ്, റമളാന് നമുക്ക് നന്നാവാ, റമളാന് നന്നായ പിന്നെ സെറ്റാ, പിന്നെ നമ്മൾ ഭയങ്കര ഇതാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് വേറെ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു സാധനമുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്ന സംഭവം. അതെപ്പോഴാണ് എടുക്കുന്നത്? അത് ഒന്നല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ്, അല്ലെങ്കിൽ ഒരു വർഷം പകുതി ആകുമ്പോഴേ ഈ വർഷം പോയി, നമ്മൾ ഈ വർഷം മൊത്തം ഇങ്ങനെ പോയി, ഇനി അടുത്ത വർഷം തൊട്ട് നമുക്ക് നന്നാവാം, അടുത്ത വർഷം തൊട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മുടെ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ് പ്രസന്റ് ടൈം, ഇപ്പൊ നടക്കുന്ന ഈ ഒരു നിമിഷമാണ് നമ്മുടെ ശരിക്കുള്ള സമയം എന്ന് പറയുന്നത്. നാളെ എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. നാളെ എന്ത് നടക്കും, നാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനോടെ ഉണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് നാളെ എന്ന് പറയുന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എപ്പോഴും നമ്മൾ എല്ലാ കാര്യവും ചിന്തിക്കുന്നത് നാളെ നാളെ നാളെ. പക്ഷെ നാളെ ഞാൻ പിന്നെയും പറയുന്നത് ഈ നാളെ എന്ന് പറയുന്നതിന് യാതൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം എപ്പോഴാണെന്ന് പോലും നമുക്കറിയില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് ആണ്, ഒരു സർപ്രൈസ് ആണ് ഈ മരണം നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. നമുക്കറിയില്ല, എപ്പോൾ വേണമെങ്കിലും കയറി വരാം.
അങ്ങനെ കയറി വരുമ്പം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരിക്കുന്നതിനെ പറ്റി, നമ്മുടെ മരണത്തെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ട് മരിച്ച് ഞാൻ അങ്ങനെ കിടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ ഫിഗർ ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ചിന്തിക്കാം. അതായത് ഒരു ദിവസം നമുക്കുണ്ടായിരുന്ന തിരക്കുകളില്ല, നമുക്കുണ്ടായിരുന്ന വെപ്രാളങ്ങളില്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നീണ്ടു നിവർന്ന് ഒരു ദിവസം കിടക്കുക. അത് ചിലപ്പം നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഹാളിലായിരിക്കാം. ആ സമയത്ത് നമ്മളോട് പിണങ്ങി നടന്നവര്, നമ്മളെ സ്നേഹിച്ചവര്, നമ്മുടെ വീട്ടുകാര്, നാട്ടുകാര്, കുടുംബക്കാര് എല്ലാം ഒറ്റൊരു വാട്സപ്പ് മെസ്സേജിന്റെ പുറത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പക്ഷെ അറിയുന്നില്ല ആരൊക്കെ വന്ന് ആരൊക്കെ പോയി, ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളവിടെ നമുക്ക് ഒരു ചലനമില്ലാതെ നമ്മളവിടെ കിടക്കുകയാണ്. അന്ന് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. അവിടെ വന്ന് നിൽക്കുന്ന ആർക്കും കിട്ടാതെ നമുക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേര്. അന്ന് നമ്മളെ സ്നേഹത്തോടെ വിളിച്ച പേരുകളല്ല, നമ്മളെ സാധാരണയായിട്ട് ഇങ്ങ് വാ അങ്ങനെ വിളിച്ച പേരുകളല്ല, കളിയാക്കി കൂട്ടുകാർ വിളിച്ച പേരുകളല്ല. അന്ന് നമ്മളെ വിളിക്കുന്നത് മയ്യത്ത് എന്നുള്ളൊരു ഒറ്റ ഒരു പേര് മാത്രമായിരിക്കും നമ്മളന്ന് അറിയപ്പെടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള, നമ്മളെ അത്രയും ചേർത്ത് നിർത്തുന്ന ആളുകൾ വരെ വിളിക്കുന്ന എങ്ങനെയായിരിക്കും എന്നറിയാം? നെൽഹാനെ കുളിപ്പിച്ചോ? അല്ലാതെ നെൽഹാന എപ്പോഴാ പള്ളിയിലേക്ക് എടുക്കുന്നത്? നെൽഹാക്ക് കഫം പൊതിഞ്ഞു? ഇങ്ങനെയൊന്നും ആൾ ചോദിക്കില്ല. ആൾക്കാർ ചോദിക്കാൻ പോകുന്നത് മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് എപ്പോഴാ പള്ളിയിലേക്ക് കൊണ്ടുവന്ന്, അത് മയ്യത്ത് കണ്ടോ, മയ്യത്ത് നിസ്കരിക്കാൻ സമയമായോ? അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ട് നിന്ന മനുഷ്യന്മാർ പോലും അന്ന് നമ്മൾ വിളിക്കുന്ന പേര് ഒറ്റ ഒരു പേരാ, മയ്യത്ത് എന്നുള്ളത്. നമ്മൾ എത്ര സ്നേഹിച്ച് വിളിച്ച ആൾക്കാരാ, പക്ഷെ അന്ന് വിളിക്കുന്നതാ മയ്യത്ത്. ആ ഒറ്റ ഒരു പേരിൽ നമ്മൾ ചുരുങ്ങി പോകും ആ ഒരു ദിവസം. പിന്നെ കുറച്ച് വീട്ടുകാരൊക്കെ കൂടി നമ്മൾ വന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കും. അതിനു മുന്നേ അത്രയും നാളും ഒറ്റയ്ക്ക് കുളിച്ചോണ്ടിരുന്ന നമ്മളെ കുറച്ച് ആളുകൾ കൂടി കുളിപ്പിക്കും. അന്ന് കുളിപ്പിച്ചിട്ട് നല്ല പുതുമണവാളനെ പോലെ, പുതുമണവാട്ടിയെ പോലെ വെള്ള തുണിയിൽ നമ്മളെ പൊതിയും. നമ്മളെ പൊതിഞ്ഞിട്ട് പള്ളിയുടെ ആദ്യത്തെ വരിയിൽ കൊണ്ട് നമ്മളെ കിടത്തും. അത്രയും ഇതൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ഞാൻ ഇത് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഞാൻ ഇമാജിൻ ചെയ്ത് എഴുതിപ്പോയി. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ഖബറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു തിരക്കില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസി, അങ്ങനെ ആരോട് ബിസി പറയാൻ? ആരെവിടെ കേൾക്കാനുള്ളത്? ആരും കേൾക്കാനില്ല. ഒരു ബിസി പറയാൻ നമുക്ക് ബിസി ഉണ്ടോ? അതിന് ഇല്ല. അവിടെ നമ്മൾ ഈ ഒറ്റയ്ക്ക് ആരും ഇല്ല നമ്മുടെ കൂടെ, നമ്മൾ ഫുൾ ഒറ്റയ്ക്കായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയുമോ? ഒരു നല്ല കാര്യം എന്തെങ്കിലും, ഒരു ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവിടെ ഇല്ല, കഴിയല്ല. നമുക്ക് അവിടെ പോയി ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയല. നമുക്ക് ഒന്നും വെച്ചാൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയല. ആ സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ഫോണുകളോ, നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്ത സമയമോ, അതും അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ, ഇതൊന്നും അവിടെ എത്താൻ പോകുന്നില്ല. ഇതൊന്നും അവിടെ വരികയില്ല. നമ്മളവിടെ ഒറ്റയ്ക്കായിരിക്കും. ഞാനുണ്ട് നിന്റെ കൂടെ, എപ്പോഴും ഞാനുണ്ട്, എന്ത് വന്നാലും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ ഒരു ചങ്കാണെങ്കിൽ പോലും ആ സമയം അവരോട് പറയാം, ഞാൻ മരിക്കാൻ പോവാ, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചാൽ അവർ വരുമോ? മരണം എന്ന് പറഞ്ഞ അത്രമേൽ പേടിയുള്ള ഒരു സംഭവമാണ് എല്ലാ മനുഷ്യർക്കും. ഇപ്പൊ ശരി, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്തെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് അത് ഇപ്പൊ പിടിക്കും, അല്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. പഠിച്ചോനെ അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ ഭയങ്കര ഇത് പറയും. അതുപോലെയല്ലേ ശരിക്കും നമ്മുടെ ജീവിതവും മരണവും തമ്മിലുള്ള ഇതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ നമുക്ക് ഇഷ്ടമുള്ള രീതി ജീവിക്കുന്നു ഇങ്ങനെ, പക്ഷെ മരണം എടുക്കാറായി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നാവാൻ വേണ്ടി പോന്നപ്പം അതിന് മുമ്പുള്ള സമയവും നമ്മൾ എന്തിനു വെറുതെ കളഞ്ഞു? ഇതുപോലെ ഒരു മരണപ്പെട്ട ഒരു മനുഷ്യൻ പടച്ചവനോട് ചോദിക്കാം, എനിക്ക് ഒരു ദിവസം എനിക്ക് തരുവോ? ഞാനാണെങ്കിൽ ദുനിയാവിൽ നല്ലപോലെ ജീവിച്ചോളാം, ഒരു ദിവസം മതി. പടച്ചോൻ എന്ന് പറഞ്ഞാൽ അത്രയും കരുണയുള്ള ഒരാളായത് കൊണ്ട് പടച്ചോൻ
കൊടുത്തെന്ന് വെക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പഠിച്ചവൻ എന്ത് ചെയ്യും? അവൻ ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞെങ്കിൽ പഠിച്ചവൻ അവന് പുറത്ത് കൊടുത്ത് അവന് സ്വർഗത്തിൽ എന്തായാലും കയറ്റും. പഠിച്ചവൻ ആ ഒരു സമയം, ആ ഒറ്റൊരു ദിവസം അവന് കൊടുത്തെങ്കിൽ, മേ ബി കൊടുത്തെങ്കിൽ, പക്ഷേ പഠിച്ചവൻ നമുക്ക് തന്ന സമയം എത്രയാണെന്നറിയാം. അവൻ ചോദിച്ചത് ഒറ്റൊരു ദിവസമാണെങ്കിൽ പഠിച്ചവൻ നമുക്ക് തന്നത് നമ്മുടെ ജീവിതാവസാനം വരെയാണ്. നമുക്ക് നമ്മുടെ ലൈഫ് എത്രമാത്രം ഉണ്ടായിരുന്നു, ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ജീവിക്കാമായിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, ചില മനുഷ്യരുണ്ട് ജീവിച്ച് മരിച്ചു പോയി, അവരെക്കുറിച്ച് ആളുകൾ അങ്ങനെ ഒത്തിരി ഒന്നും ചോദിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വേറെ കുറച്ച് ആളുകളുണ്ട്, അവർ മരണപ്പെട്ടു പോയാലും അവരുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ ബാക്കിയാക്കിയിട്ടായിരിക്കും അവർ പോകുന്നത്. കാരണം അവർ അവരുടെ നല്ല രീതികൾ, നല്ല സ്വഭാവം, അവർ ചെയ്ത സഹായങ്ങൾ, അവർ ഒരു മനുഷ്യനെ ചേർത്ത് പിടിച്ചത്, ഇതൊക്കെ അവർ മറിച്ചു പോയെങ്കിലും അവർ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് മറക്കുകയില്ല. അവരെക്കുറിച്ച് നല്ലത് മാത്രം വീണ്ടും വീണ്ടും പറയും. അവർ ചെയ്തു കൊടുത്ത നന്മകൾ ഓർത്തിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഖബറിലാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവൻ ജീവിച്ചിരിക്കുന്ന സമയത്തും മരിക്കുന്ന സമയത്തും മറ്റുള്ളവരുടെ മനസ്സിൽ അവനൊരു ഇടം നേടുക, അവരുടെ ദുആയിൽ നമ്മൾ പറയാതെ തന്നെ നമ്മളൊരു ഇടം നേടുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ മരണം വരെയാണ് നമുക്ക് സമയമുള്ളത്. അത്രയും സമയം, ആ മരണം വരെയാണ് നമുക്ക് സമയമുള്ളത്. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കാം. നന്നാവാൻ മീൻസ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബിഷൻ, ഗോൾസ്, അതൊന്നും അതിലോട്ടൊന്നും പോകാതിരിക്കുക, അങ്ങനെയല്ല, അതിലേക്ക് പോവുക. നമ്മൾ പോവുക, നമ്മുടെ ഇവിടെ ദുനിയാവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ മേടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ആഹാരത്തിലേക്ക് വേണ്ടതും കൂടി നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നോക്കുക, മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുക. അപ്പം മരണം വരെയുള്ള സമയം നാളെ എന്ന് മാറ്റി വെക്കാതിരിക്കും. കാരണം നാളെ എന്നൊരു സമയം ഇല്ല, നാളെ എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല. ഇപ്പം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പോലും 6 മാസം കാലാവധി ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലേ. അതുപോലെയാണ് നാളെ എന്ന് പറയുന്നതിന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് പരമാവധി ഇപ്പം തന്നെ ആരോടെങ്കിലും ദേഷ്യം, വിദ്വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നെടുത്ത് കളയുക. കാരണം നാളെ അവരോ നമ്മളോ ജീവനോടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാപ്പ് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റണം, അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു കഥ പറയാം, ഒരു ചെറിയൊരു കുഞ്ഞു കഥയാണ്. അതാണെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് ഈ ഒരു പേപ്പറിൽ ഒരു അഡ്വൈസ് ചെയ്ത് തരാൻ പറയാണ്. അപ്പം ആ പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്, നീ ഒരു നാൾ മരിക്കും, അങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണോ ഒരു അഡ്വൈസ് ചോദിച്ചു വരുന്നവർക്ക് ഇങ്ങനെയാണോ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോഴത്തേക്കും പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ നീ ഈ പേപ്പർ എടുത്ത് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ദേഷ്യത്തോടെ ആണെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് പോയി. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ദേഷ്യമുള്ളവരാണ്. മനുഷ്യന്മാരോട് ഇടപെടുമ്പോഴൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും, കുറച്ച് അഹങ്കാരമുള്ള ആളാണ്, അങ്ങനെയൊക്കെയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ഈ പണ്ഡിതൻ പറഞ്ഞ പോലെ ആ പേപ്പർ തുറന്നിട്ട്, ഇനി നീ ഒരു ദിവസം മരണപ്പെടും എന്നുള്ളൊരു വാക്ക് അവരെപ്പോഴും വായിക്കാൻ തുടങ്ങി, എല്ലാ ദിവസവും രാവിലെ. ഈ ഒറ്റ ഒരു വാക്ക് ആ മനുഷ്യൻ്റെ ലൈഫിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്നറിയോ. ആ മനുഷ്യൻ്റെ ദേഷ്യം പതിയെ കുറഞ്ഞ് ആ മനുഷ്യൻ ആളുകളോട് ഇടപഴകുന്നത് നന്നായി. അങ്ങനെ ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള പല നെഗറ്റീവ് തോട്ട്സും ഇങ്ങനെ പതിയെ ഇല്ലാതെ ആയിക്കൊണ്ടേയിരുന്നു. അതാ പറയുന്നത്, നീ നാളെ മരണപ്പെടും എന്നുള്ള ഒറ്റൊരു വാക്കിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അദ്ദേഹം ഇത്ര നന്നായത്. ഇപ്പം നമ്മൾ ജീവിക്കുന്നതോ, നമ്മൾ നാളെ മരിക്കുന്ന ആരെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ നാളെ എന്തായാലും മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ ഞാൻ ഒരു നാൾ മരണപ്പെടാനുള്ള ആളാണെന്ന് വിചാരിച്ച് ജീവിക്കുക. അപ്പം നമ്മുടേതായിട്ടുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് തന്നെ കുറയ്ക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് തരട്ടെ പഠിച്ചവൻ. അസ്സലാമു അലൈക്കും. പക്ഷെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയണമെന്നുണ്ട്. പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം, അതും കൂടി പറയണമെന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഫർഹാന എന്ന അവളുടെ പേര്. അവൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് അവളാണ്.
ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ നീ ആണെങ്കിൽ നീ നിന്റെ ഇണയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അപ്പം ഞാൻ പടച്ചോനെ ഇണയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ നീ? അപ്പം ഞാൻ ചോദിച്ചു അതിന് സമയമാകുമ്പോൾ ചെയ്താൽ പോരെ, ഇപ്പോഴേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ടൈം ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ ശരി ചെയ്യാം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് നമുക്കറിയില്ല അടി എങ്ങനത്തെ ആളാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, അത് നമുക്കറിയില്ല, നമ്മൾ എന്തായാലും ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് 2-3 ദിവസം അവൾ പറഞ്ഞ ആ ഒരു ഇതിൽ ചെയ്യുമായിരുന്നു. പിന്നെ അത് അങ്ങനെ പോയി. പക്ഷേ ഈ റീസെൻ്റ്ലി ഞാനൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഡിവോഴ്സ് കേസസ് കേട്ടു. അപ്പം ഞാൻ റബ്ബേ, അപ്പോഴാണ് എനിക്ക് അവള് പറഞ്ഞതിൻ്റെ ഇത് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരാൾക്ക് പറ്റിയ ഒരാളെ തന്നെ പടച്ചോൻ കൊടുക്കുള്ളൂ എന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കേട്ട കഥയിൽ അങ്ങനെയല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യമാണ് മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം. അതുകൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് സമയമാകുമ്പോൾ ഭയങ്കര കൺസേൺ ഉണ്ട്. എൻ്റെ പാർട്ട്ണർ അങ്ങനെ ആയിരിക്കണം, പാവമായിരിക്കണം, അതായിരിക്കണം എന്നൊക്കെ. അതിപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് ആദ്യമേ പടച്ചോനോട് പറയണം. അത് നമ്മുടെ ഒരു പർട്ടിക്കുലർ സമയമായപ്പോൾ തൊട്ട് നമ്മളത് ചോദിക്കണം പടച്ചോനോട്. പടച്ചോനെ എൻ്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന ആൾ നല്ല ആളായിരിക്കണേ, അത് നമുക്ക് വേണ്ടി തന്നെയല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും കൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ അത്രയും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര മെൻ്റലി ഇതായി പോകുന്ന ഒരു ഡിവോഴ്സ് കേസ് പോലത്തെ ഒരു 2 സ്റ്റോറി കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര പാടായി. പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിലും എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം. കാരണം നമ്മുടെ ലൈഫാണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യരാണ്, എങ്ങനത്തെ ആളാണ് എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു ദുആ ചെയ്യുമ്പോൾ അതും കൂടി ദുആ ചെയ്യാം പറയണമെന്ന് തോന്നി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ദ ഹിഡൻ യൂണിവേഴ്സ് അറൗണ്ട് അസ്. നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ബ്രഹ്മാണ്ഡ രഹസ്യങ്ങൾ. സോ യൂഷ്വലി നമ്മളെല്ലാവരും യൂണിവേഴ്സ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറച്ച് സ്റ്റാർസ്, മൂൺ, പ്ലാനറ്റ്സ് ഇതൊക്കെയായിരിക്കും. പക്ഷേ ആക്ച്വലി യൂണിവേഴ്സ് അതിനേക്കാൾ വളരെ വലിയതും വളരെ മിസ്റ്റീരിയസും ചില കാര്യങ്ങളൊക്കെ അൺബിലീവബിളുമാണ്. സോ ടുഡേ ഐ ആം ഗോണ ഗോ ത്രൂ സം ഓഫ് ദ ഹിഡൻ മിസ്റ്ററീസ് ഓഫ് ദി യൂണിവേഴ്സ്. The stars we see are actually the past. നമ്മളെല്ലാവരും രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്റ്റാർസ് കാണാറുണ്ട്. പക്ഷേ നമ്മൾ ആ സ്റ്റാർസ് പ്രസൻറ്റിലല്ല കാണുന്നത്. We are literally seeing the past. Why? Because light take time to travel. ഉദാഹരണത്തിന് സണ്ണിൻ്റെ ലൈറ്റ് എർത്തിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സൺലൈറ്റ് ഏകദേശം 8 മിനിറ്റ് മുമ്പുള്ളതാണ്. പക്ഷേ സ്റ്റാർസ് അതിനേക്കാൾ ദൂരെ ഉള്ളതായതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് ഇയേഴ്സ് ഓർ ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് വരെ എടുക്കും. സോ ഇന്ന് രാത്രി നമ്മൾ കാണുന്ന ഒരു സ്റ്റാർ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടാകില്ല. പക്ഷേ അതിൻ്റെ ലൈറ്റ് സ്റ്റിൽ ട്രാവലിംഗ് ആണ്. ആക്ച്വലി സ്പേസ് ഇസ് ലൈക്ക് എ ജെയിൻ ടൈം മെഷീൻ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഹിസ്റ്ററിയാണ് കാണുന്നത്. ദ ഇൻവിസിബിൾ യൂണിവേഴ്സ്. നമുക്കറിയാം ഇപ്പോൾ യൂണിവേഴ്സിൽ ഹ്യൂമൻ, ഗാലക്സി, പ്ലാനറ്റ്, സ്റ്റാർ, മൂൺ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടിച്ചേർന്നാലും അത് യൂണിവേഴ്സിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഇൻവിസിബിൾ. അതിനെ സയൻറ്റിസ്റ്റ് വിളിക്കുന്ന പേരാണ് ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി. ആൻഡ് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് യൂണിവേഴ്സ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ട്രെയിൻസ് കാര്യം നോട്ടീസ് ചെയ്തു. സ്റ്റാർസൊക്കെ ഇത്ര ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടും അവരെന്തുകൊണ്ട് തെറിച്ച് പുറത്തേക്ക് പോകുന്നില്ല? ആക്ച്വലി അത് നടക്കേണ്ടതാണ്. ആൻഡ് എന്തോ ഒരു ഇൻവിസിബിൾ മാറ്റർ അവർ ടുഗെദർ ഹോൾഡ് ചെയ്യുന്നത് പോലെ തോന്നി. ആ ഇൻവിസിബിൾ മാറ്ററിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഗാലക്സീസിനെ ടുഗെദർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഗ്ലൂ ആണ് ഡാർക്ക് മാറ്റർ. ആൻഡ് ഡാർക്ക് എനർജി ഇപ്പം സയൻറ്റിസ്റ്റ് ഓൾറെഡി കണ്ടുപിടിച്ച് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വെറുതെ എക്സ്പാൻഡ് ചെയ്യല്ല, വളരെ സ്പീഡിൽ എന്തോ ഒരു ഇൻവിസിബിൾ ഫോഴ്സ് അതിനെ പുഷ് ചെയ്യുന്നത് പോലെ ബിഹേവ് ചെയ്യുന്നു. ആ ഇൻവിസിബിൾ ഫോഴ്സിനെയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്.
ഓണസ്റ്റ്ലി സയൻറ്റിസ്റ്റിന് പോലും ഇതിനെപ്പറ്റി ഒരു ഫുൾ ഐഡിയ ഇപ്പോഴും ഇല്ല. ബ്ലാക്ക് ഹോൾസ്. എന്താണ് ബ്ലാക്ക് ഹോൾസ്? ഇപ്പോൾ യൂണിവേഴ്സിൽ കണ്ടുപിടിച്ചതിൽ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് തിങ്സിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾ. ആക്ച്വലി ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സ്റ്റാർസ് ഡെഡ് ആകുമ്പോൾ അവ കൊളാപ്സ് ചെയ്യും. അവരുടെ ഗ്രാവിറ്റി അത്ര പവർഫുൾ ആകും, ഈവൻ ലൈറ്റിനെ പോലും ട്രാപ്പ് ചെയ്യും. നമുക്കറിയാം യൂഷ്വലി ലൈറ്റ് എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നതാണ്, പക്ഷേ ബ്ലാക്ക് ഹോൾ ലൈറ്റിനെ പോലും ട്രാപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കത് ബ്ലാക്ക് ആയി തോന്നുന്നത്. ആൻഡ് ഏറ്റവും ഷോക്കിംഗ് പാർട്ട്, സയൻറ്റിസ്റ്റ് പറയുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ടൈം പോലും സ്ലോ ആകുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ന്യൂട്രോൺ സ്റ്റാർസിനെ കുറിച്ചാണ്. ന്യൂട്രോൺ സ്റ്റാർ എന്ന് വെച്ചാൽ സ്റ്റാർ അതിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഫ്യൂവല് തീരും. അതിനുശേഷം അത് സൂപ്പർനോവ എന്നൊരു എക്സ്പ്ലോഷനിലൂടെ പൊട്ടിത്തെറിക്കും. ആ എക്സ്പ്ലോഷന് ശേഷം മേ ബി ഒരു ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്തേക്കാം. ആൻഡ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഷോക്കിംഗ് പാർട്ട് എന്താണെന്നാൽ ന്യൂട്രോൺ സ്റ്റാർ സൈസിൽ ചെറുതാണെങ്കിലും വളരെ ഡെൻസ് ആണ്. ഒരു ടേബിൾ സ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ മെറ്റീരിയലിന് വരെ ബില്യൺസ് ഓഫ് ടൺസ് വെയിറ്റ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ആക്ച്വലി യൂണിവേഴ്സിലുള്ള ഒരു ഒബ്ജക്റ്റാണ്. ആൻഡ് സയൻറ്റിസ്റ്റ് ന്യൂട്രോൺ സ്റ്റാറിനെ കുറിച്ച് പഠിക്കുന്നത് ഗ്രാവിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന എക്സ്ട്രീം കണ്ടീഷൻസിനെ കുറിച്ചും പഠിക്കാനാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ സ്റ്റാർ ഇന്നും ആസ്ട്രോണമിയിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ഒബ്ജക്റ്റ് ഒന്നായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് ഏലിയൻ ലൈഫിനെ കുറിച്ചാണ്. ഇതെല്ലാവർക്കും കൗതുകമുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ മാത്രമാണോ ഈ യൂണിവേഴ്സിൽ ജീവിക്കുന്നത്? ഈ ചോദ്യം വർഷങ്ങളായി മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ബില്യൺസ് ഓഫ് ഗാലക്സീസും കൗണ്ട്ലെസ് പ്ലാനറ്റും ഉള്ളപ്പോൾ വേറെ എവിടെയെങ്കിലും ലൈഫ് ഉണ്ടായിരിക്കുമോ എന്ന് സയൻറ്റിസ്റ്റ് അന്വേഷിക്കുന്നു. അതിനായി അവർ എർത്ത് പോലുള്ള പ്ലാനറ്റ്സ് കണ്ടെത്തി അവയിൽ വാട്ടർ, അറ്റ്മോസ്ഫിയർ ആൻഡ് അതർ സൈൻസ് ഓഫ് ലൈഫ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇതുവരെ ഏലിയൻ ലൈഫ് കണ്ടെത്തിയിട്ടില്ല, പക്ഷേ സെർച്ച് ഇപ്പോഴും തുടരുകയാണ്. ഓരോ വർഷവും പുതിയ ഡിസ്കവറീസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഒരു ദിവസം ഏലിയൻ ലൈഫ് കണ്ടെത്തിയാൽ മേ ബി അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറിയിൽ ഒന്നായിരിക്കാം. ലാസ്റ്റ്, ഫ്യൂച്ചർ ഓഫ് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻ വളരെ എക്സൈറ്റിംഗ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് പവർഫുൾ ടെലിസ്കോപ്പ്, സാറ്റലൈറ്റ്, സ്പേസ് ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് സയൻറ്റിസ്റ്റ് യൂണിവേഴ്സിൻ്റെ കൂടുതൽ ഭാഗങ്ങളും മനസ്സിലാക്കുന്നത്. ബ്ലാക്ക് ഹോൾ, ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പോലുള്ള മിസ്റ്ററീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഭാവിയിലെ മിഷൻസ് സഹായിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ മാർസിലും മൂണിലുമൊക്കെ കൂടുതൽ മിഷൻസ് നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ടെക്നോളജി വളരുന്നതോടെ ഹിഡൻ യൂണിവേഴ്സിൻ്റെ കൂടുതൽ സീക്രട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നു. അപ്പോൾ ദ ഹിഡൻ യൂണിവേഴ്സ് എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ യൂണിവേഴ്സിൻ്റെ ചില അത്ഭുതകരമായ ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, ബ്ലാക്ക് ഹോൾ, ഏലിയൻ ലൈഫ്, ന്യൂട്രോൺ സ്റ്റാർ, ഇവയെല്ലാം ഇന്നും മുഴുവനായി മനസ്സിലാക്കാത്ത മിസ്റ്ററീസ് ആണ്. ഇതിനധികം നമ്മൾ ഒരുപാട് ഡിസ്കവറീസ് നടത്തിയിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ വലിയൊരു ഭാഗം ഇന്നും അൺഎക്സ്പ്ലോർഡ് ആണ്. ദ മോർ വി ലേൺ അബൌട്ട് സ്പേസ്, ദ മോർ ക്വസ്റ്റ്യൻസ് അറൈസ്. അതുകൊണ്ട് തന്നെ സ്പേസ് സയൻസ് ലോകമെമ്പാടുമുള്ള സയൻറ്റിസ്റ്റിനെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. ഇനിയും യൂണിവേഴ്സിൽ കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് തന്നെയാണ് സ്പേസ് സയൻസിനെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. താങ്ക് യു. അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഷയാവതരണമൊക്കെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും കറക്റ്റ് ടൈമിലാണ് എല്ലാം പൂർത്തിയായിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇവിടെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൽ പുതിയ ഒരു ആളാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ആയിഷ യാസർ. അവൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 7th അല്ലേ? അപ്പോൾ
സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രത്യേകിച്ചും ഈ സ്പേസ് സയൻസുമായി ബന്ധപ്പെട്ട് വളരെ നല്ല കുറേ കൺസെപ്റ്റുകളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നാളെ നാസയിൽ ഒരു സയൻറ്റിസ്റ്റായി മാറാൻ ആയിഷ യാസറിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത്രമാത്രം ഈ പ്രായത്തിലുള്ള ഏജിലുള്ള ഒരു കുട്ടി ഇത്രമാത്രം താല്പര്യത്തോടുകൂടി ഈ ആസ്ട്രോണമി, കോസ്മോളജി പോലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ആയിഷ യാസർ ഈ ഒരു വിഷയത്തിൽ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ ഭാവിയിൽ നല്ല ആസ്ട്രോണമി രംഗത്ത് അല്ലെങ്കിൽ കോസ്മോളജി രംഗത്ത് ഒരുപാട് ഉയർന്ന ലെവലിലേക്ക് വരാൻ കഴിയും. ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ ഇൻഷാ അള്ളാ. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നമ്മുടെ തെക്കേക്കരയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് നാസയുടെ സബായിട്ടുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്തു, നാസയുടെ ഭാഗമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പലപ്പോഴും ഈരാറ്റുപേട്ടയിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു അനസ് എന്ന് പറയുന്ന അനസ് സാറ് ഇന്നിപ്പോൾ നാസയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഇൻഷാ അള്ളാ ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം എത്തുമ്പോൾ ഡിവൈനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഇത്തരം വിഷയങ്ങളോട് താല്പര്യമുള്ള കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള നല്ല അവസരം കൊടുക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ഈ ആയിഷ യാസറിനെ പോലെ തന്നെ ഇത്തരം വിഷയങ്ങളോട് താല്പര്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ ഉയരാനുള്ള നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കണം. അതൊക്കെയാണ് ആയിഷ യാസർ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ആദ്യമൊക്കെ അത്രയൊന്നും രംഗത്ത് വരുന്ന ഒരാളായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എന്നോട് ആയിഷ യാസറിൻ്റെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഇൻസ്ട്രക്ടർ നമ്മുടെ റാഫി സാർ എന്നോട് പറഞ്ഞിരുന്നു, ഇതുപോലെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇതുപോലെ ആയിഷ യാസർ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. അതുപോലെ ആ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോഴും രംഗത്ത് വരാതെ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഇപ്പോൾ പരമാവധി നമ്മൾ ഡിവൈനിലേക്ക് വരുന്ന ക്ലാസ്സുകൾ കേൾക്കാനുള്ളതല്ല, നമ്മൾ പരമാവധി വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ പഠനങ്ങളെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ക്ലാസ് കേട്ട് മടുത്തിട്ടാണ് നിങ്ങൾ ഞായറാഴ്ച ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നിട്ടും നിങ്ങൾ ക്ലാസ് കേൾക്കാൻ നിൽക്കരുത്. നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നല്ലൊരു വിഷയവുമായി നമ്മളെ സമീപിച്ച ആയിഷ യാസറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള നല്ല തൗഫീഖ് കൊടുത്ത് ആയിഷ യാസറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള നമ്മുടെ സയയാണ്. ഞാൻ മുകളിൽ നിന്നല്ല താഴെ നിന്ന് ആരംഭിക്കുന്നത്. സയ പേഴ്സണാലിറ്റീസ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് ആ ഒരു ഉത്തരവാദിത്വം സയയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നാണ് സയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയിലാണ് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു വലിയ ചർച്ചകളൊന്നും പ്രതീക്ഷിക്കേണ്ട, വളരെ ചെറിയ രൂപത്തിലുള്ള ചർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഇന്ന് നമ്മൾ സ്കൂളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള അതർ സ്റ്റുഡൻസിൽ നിന്നും നമുക്ക് വരാവുന്ന ഒരു നെഗറ്റീവ്സ് ആയിട്ടുള്ള സാഹചര്യം. കാരണം ഒരു കുട്ടി ഒരു സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ അത് മെയിൻ ആകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ആളാകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരാജയപ്പെടാൻ സ്വയം തീരുമാനം എടുത്തിട്ടുള്ള ചില ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വലിയ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നു. പ്രത്യേകിച്ചും അസൂയാലുക്കളുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതൊരു മാനസിക രോഗമാണ്, അതൊരു മെൻ്റൽ ഡിസീസാണ് അസൂയ എന്നുള്ളത്. ഖുർആൻ അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വലിയ പാപമായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളൂ. പക്ഷെ പലപ്പോഴും അത്തരം ദുസ്വഭാവങ്ങൾ ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ വളർന്നു വരുന്ന വലിയൊരു പ്രതിഭയെ തടയിടാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് അങ്ങനെ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയുള്ള നാശകാരികളായിട്ടുള്ള ഒരാളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ടോക്കും ഒരു സംസാരവും നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമാകരുത്. നിങ്ങൾ മെയിൻ ആളാകാനായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിച്ചു, അതിനിപ്പോൾ എന്താ ഒരു തടസ്സമുള്ളത്? അത് മോശമാണെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയല്ലേ, ചില പ്രയോഗങ്ങളുടെ പ്രശ്നമാണ്. അവൾ മെയിൻ ആകാൻ വേണ്ടി ശ്രമിച്ചു, അപ്പം നമ്മൾ തിരിച്ചു പറയാം, അതെ ഞാൻ മെയിൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടാണ്. എൻ്റെ ലക്ഷ്യം മെയിൻ ആകുക എന്നുള്ളതാണ്, ഏറ്റവും മെയിൻ ആകുക, അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് തിരിച്ച് അതേ പവറോട് തിരിച്ച് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ അത് നെഗറ്റീവായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല, എടുക്കേണ്ടതുമില്ല. പരമാവധി ഇപ്പോൾ ഇവിടെ സയ പറഞ്ഞത് ആ ഒരു ഫംഗ്ഷനിൽ രണ്ടാമത്തെ ആളായിട്ട് ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം സയ വിനിയോഗിച്ചു. അത് ഡിവൈൻ ഒരു പ്രചോദനമായി എന്ന് പറയുമ്പോഴാണ്
നമ്മളിവിടെ ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ, അതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പം രണ്ടാമത്തെ ആളായിട്ട് അതിൽ ചർച്ച ചെയ്തു. ആദ്യമൊക്കെ എന്ത് ചെയ്തു, കുറേ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിലും പിന്നീട് എന്ത് ചെയ്തു, പലരും ഈ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് സംസാരിച്ചു തുടങ്ങി. നെഗറ്റീവ്സുകൾ ഒരിക്കലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി മെൻ്റൽ പവർ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആൻറ്റി മെൻ്റൽ പവർ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഡിവൈൻ്റെ എക്സ്പീരിയൻസുകൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ സയാ പറഞ്ഞ വലിയൊരു പ്രശ്നമാണ് ഓരോ ആളുകളെയും അവരുടെ വിജയത്തിൽ നിന്നും തടയിടാൻ വേണ്ടിയിട്ടുള്ള പല ആളുകളുടെയും ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ. നമ്മുടെ നാടിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, അസൂയാലുക്കളായിട്ടുള്ള, നാടൻ ഭാഷയെ പറഞ്ഞാൽ കുശുംബനും കുശുംബികളുമായിട്ടുള്ള ആളുകളുടെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക. അതൊരിക്കലും നല്ലതല്ല, പൈശാചികമാണ്. അപ്പം അതിൽ നിന്നും മാക്സിമം രക്ഷപ്പെട്ട് ഏറ്റവും നന്നായി നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് സയായുടെ ആ ഒരു ക്ലാസ്സിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. അപ്പം നല്ലൊരു ചർച്ചയുമായി ഇവിടെ വന്ന് ഇത്രമാത്രം ഒരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്ന ഒരു വിഷയമാക്കി നമ്മുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ച സയയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു സയയുടെ കഴിവിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ഉയരങ്ങളിലെത്താനുള്ള തൗഫീഖ് കൊടുത്ത് ഈ ജനതയെ നല്ലൊരു ദിശാബോധത്തിലേക്ക് നയിക്കാനുള്ള നല്ല തൗഫീഖ് കൊടുത്ത് അള്ളാഹു സയയെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരു വിഷയവുമായി നമ്മുടെ മുന്നിലെത്തിയത് നമ്മുടെ ഫിനുബിൻ നിസാറാണ്. ഫിനുബിൻ നിസാറിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ഫാക്കൽറ്റി ലെവലിലേക്കൊക്കെ നിലവിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിനുബിൻ നിസാർ. നല്ല പഠനമുള്ള ആളാണ്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തി, നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ദ ഓതർ ഓഫ് ഹിസ്റ്ററി എന്നുള്ള, ഓതേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആരാണ് ഹിസ്റ്ററിയുടെ ഓതേഴ്സ് എന്നുള്ള വളരെ കാലിക പ്രസക്തമായിട്ടുള്ള, ചരിത്രത്തിനെ മുൻനിർത്തിയിട്ടുള്ള വളരെ ആധികാരികമായ ഒരു ചർച്ചയായിരുന്നു. ഫിനുവിൻ്റെ ആ ഒരു വിഷയം കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യം, ഇൻഷാ അള്ളാ മുതിർന്ന ആളുകൾക്ക് വേണ്ടി ഒരു സെക്ഷൻ സംഘടിപ്പിച്ച് ഫിനുവിനെ അതിലൊരു ഫാക്കൽറ്റി ആയിട്ട്, ഒരു ആദരണീയനായ ഫാക്കൽറ്റിയായി ക്ഷണിച്ച് ഫിനുവിൻ്റെ വളരെ നല്ല ഒരു ചർച്ച, സമയം കൂടുതൽ കൊടുത്ത് ഒരു മണിക്കൂറോളം അല്ലെ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു ഫംഗ്ഷൻ ഇൻഷാ അള്ളാ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കും. അതിൽ ഏറ്റവും ആദരണീയനായ ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇൻഷാ അള്ളാ ഫിനുവിനെ ക്ഷണിക്കും. കാരണം ഇന്ന് ഫിനുവിന് നല്ല രൂപത്തിൽ വിഷയം തൃപ്തിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 50 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതിൽ നിന്നുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അമ്പരിപ്പിക്കുകയും പുതിയ ഒരുപാട് ആഗോളതലത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ നല്ല രൂപത്തിലുള്ള ചർച്ച, ഒരുപാട് ചിന്തകൾക്ക് വിഷയീഭവിക്കുന്ന, നമ്മളുടെ ഒരുപാട് തെറ്റിദ്ധാരണകളെ നീക്കം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള വളരെ ആധികാരികമായ ഒരു ചർച്ചയായിട്ടാണ് ഫിനു വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു അസറ്റ് നമ്മുടെ ഡിവൈനിലുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഫിനുവിന് ചർച്ച ചെയ്യാനും കൂടുതൽ അവതരിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു വേദി ഉള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ചർച്ചയുമായി വന്ന ഫിനുവിനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് ഫിനുവിനെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പവർ പോയിന്റ് ഇല്ലാതെ എന്നാലും നമ്മളുടെയൊക്കെ ശ്രദ്ധയ്ക്ക് പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള വളരെ നല്ലൊരു ചർച്ചയുമായി നമ്മുടെ നെഹല ഇവിടെ വരികയുണ്ടായി. എനിക്ക് സങ്കടകരം, നെഹലയുടെ ചർച്ച പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം ആയിഷ യാസറിൻ്റെ പവർ പോയിന്റുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്തു, ആ വീട് വരെ ഒന്ന് ഓടിപ്പോകേണ്ടി വന്നു. കാരണം ഇവിടെ നെറ്റ് സമയത്ത് വർക്കാകുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട് വരെ പോയിട്ടാണ് അത് ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് വന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഭാഗം മാത്രമാണ് നെഹലയുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും നെഹല സാധാരണ വളരെ ആധികാരികമായിട്ടുള്ള ചർച്ചകളുമായി നമ്മളുടെ ഡിവൈൻ്റെ വേദികളെ സജീവമാക്കുന്ന ഒരു പ്രിയങ്കരിയാണ്. അപ്പോൾ നെഹലയ്ക്കും, കാരണം അവൾ പനിയാണ്, എന്നിട്ടും ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് രാവിലെ ഗുളിക കഴിച്ചിട്ട് പനിയുമായിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവൾ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ് എന്ന് അറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇത്രയും ചർച്ചകൾ ഇന്നിവിടെ നടത്തിയ നമ്മുടെ നെഹല, അതുപോലെ തന്നെ നമ്മുടെ ആയിഷ യാസർ, അതുപോലെ തന്നെ നമ്മുടെ സയ ഫാത്തിമ, അതുപോലെ തന്നെ ഒരാളെ ഞാൻ വിട്ടുപോയി, സോറി അത് ഭയങ്കര ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു പോയതാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ ബാക്കിൽ നിന്നും കൈകൊണ്ട് കാണിക്കുകയും ചെയ്തു. നമ്മുടെ ഹനാ മറിയം, ഈ ഹനാ മറിയം പവർ പോയിന്റ് എനിക്ക് പേഴ്സണലായിട്ട് കഴിഞ്ഞ ദിവസം അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണമെന്ന് പറഞ്ഞു. നല്ല തിരക്ക് പിടിച്ച ഒരു ജോലിക്കിടയിലാണ് ഫയയുടെ ഈ ഒരു പവർ പോയിന്റ് മെസ്സേജായിട്ട് എൻ്റെ ഫോണിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഹനായ്ക്ക് ഞാൻ തിരിച്ചയച്ചു. സോറി, പേര് മാറിപ്പോകൊണ്ട് മാപ്പാക്കണം. ഹനായ്ക്ക് അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു, മോളെ നല്ല തിരക്കിലാണ്,
ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിന് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ആ പവർ പോയിന്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ വലിയ ബുദ്ധിരാക്ഷസന്മാരും നല്ല ഫിലോസഫിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരും നല്ല ശാസ്ത്രബോധമുള്ളവരുമായിട്ടുള്ള വലിയ പണ്ഡിതന്മാർ, അപ്പം നമ്മുടെ സമൂഹത്തിലെ മുസ്ലിമീങ്ങളും അല്ലാത്തതുമായിട്ടുള്ള വലിയ ചിന്തകന്മാരും പണ്ഡിതന്മാരും വലിയ ശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അവതരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഭയങ്കരമായ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും സയന്റിഫിക് ആയിട്ടുള്ള തിയറീസും ഒക്കെ വെച്ചിട്ടുള്ള എത്തീസത്തിനെതിരായിട്ടുള്ള വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഇതാണ് ഒരു പവർ പോയിന്റാണ് എനിക്ക് ഹന അയച്ചു തന്നു. ഞാൻ സത്യമായി ഞെട്ടിപ്പോയി. ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. ഇത്രമാത്രം ആധികാരികമായ രൂപത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം നമ്മളുടെ ഡിവൈൻ അംഗങ്ങൾ. കാരണം കഴിഞ്ഞ വർഷം വന്ന ആളാണ് നമ്മുടെ ഹന മറിയം എന്ന് പറയുന്നത്. പക്ഷെ ഈ വർഷം ആകുമ്പോൾ ഇത്രമാത്രം ആധികാരികമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഹനയ്ക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ ഹനയുടെ പെർഫോമൻസ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ആശങ്കയായിരുന്നു. ഇത്രമാത്രം എടുത്താൽ പൊങ്ങാത്ത ഒരു വിഷയം ഹന എങ്ങനെ അവതരിപ്പിക്കുന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആശങ്കകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ സുന്ദരമായ രൂപത്തിൽ, വളരെ സിമ്പിളായ രൂപത്തിൽ, ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ആധികാരികമായിട്ടാണ് ഹന മറിയം ഇവിടെ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്കിത് വിട്ടുപോയത് എൻ്റെ ഭാഗത്ത് സംഭവിച്ച വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം അത്രമാത്രം ഇന്നത്തെ ചർച്ചയുടെ വളരെ പ്രത്യേകതയാർന്ന ഒരു വിഷയമായിരുന്നു ഹന ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളുടെ പുതിയ തലമുറയ്ക്ക് നല്ല ദിശാബോധം കൊടുക്കുന്ന രൂപത്തിൽ ഇനിയും ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള നല്ല അവസ്ഥയും സാഹചര്യവും തോഫിയും കൊടുത്ത് അള്ളാഹു ഹന മറിയത്തെ അനുഗ്രഹിക്കട്ടെ, കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവർക്കും ആ ചർച്ചകളെ നല്ല നിലയ്ക്ക് അച്ചടക്കത്തോടിരുന്ന് ശ്രദ്ധിച്ച് ആ ചർച്ചകൾ ചെയ്യാമെന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത, അതുപോലെ തന്നെ കേട്ടിരുന്ന മുഴുവൻ ഇവിടുത്തെ സ്റ്റുഡൻസിനും, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ കവർ ചെയ്ത നമ്മുടെ മീഡിയയ്ക്കും ഒക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.